ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വ്യത്യസ്തമായ കോൺസെപ്റ്റിലുള്ള ഡ്രാമ കണ്ടാലോ? ഇത് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയുടെ തന്നെ ഫുൾ വീഡിയോ ആണ്. ഒരുപാട് കമൻറ്റ്സ് ഈ ഒരു ഡ്രാമ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഡ്രാമ തന്നെ കാണാം. എല്ലാവരും ഷോർട്ട് വീഡിയോ കാണുമ്പോൾ ഫുൾ വീഡിയോ ആവശ്യപ്പെടും, പക്ഷേ ആരും പിന്നീട് കമൻറ്റ് ചെയ്യാറില്ല. ഡ്രാമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. തീർച്ചയായും ഈ ഡ്രാമ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ പറയണം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിൻ ആവട്ടെ ഹീറോയുടെ അടുത്ത് വളരെ ക്ലോസ് ആയി പോകുന്നുണ്ട്. അവനിൽ നിന്നൊരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും നീ എന്താ കളിയാക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവനാവട്ടെ അവളെ തള്ളി മാറ്റുന്നുണ്ട്. തന്റെ ഒരു കുഞ്ഞിനെ ഒഴിവാക്കിയതും പോലെ ഇപ്പോൾ മറ്റൊരു കുഞ്ഞിനെയും കൂടി ആവശ്യപ്പെടുകയാണോ എന്ന് തന്നെ അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. തന്റെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. നിന്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയാണ് നിന്റെ അമ്മ നിന്നിൽ നിന്ന് എന്നെ പിരിച്ചതെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം തന്നെ ഹീറോ അവളെടുത്ത് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് എന്നോട് യാചിക്ക്, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാമെന്ന്. അപ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോയിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹീറോയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച് വീൽ ചെയറിലായിരുന്ന സമയത്ത് തന്നെ ഉപേക്ഷിച്ച് പോരെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചവൻ കെഞ്ചുമായിരുന്നു. തന്നെ അവൻ കൂടുതൽ വെറുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവളാവട്ടെ മുട്ടുകുത്തിയിരുന്ന് അവനോട് യാചിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യാനായി ഇപ്പോൾ ഹീറോയും അവളടുത്ത് ആവശ്യപ്പെട്ടിരുന്നത്. വേറെ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് യാചിക്കുന്നുണ്ട്. അന്ന് എൻ്റെ യാചന നീ കേട്ടില്ല, അതുപോലെ തന്നെ ഇപ്പോൾ നിന്റെ യാചനയും ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു തന്നെ അവളെ പിടിച്ച് തള്ളി വിട്ടിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്നെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായി നടന്നു വരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവൾ അവിടെ ഡോക്ടറെ അടുത്ത് തൻ്റെ അമ്മയെ തിരക്കുന്നു. അമ്മ എത്രയും പെട്ടെന്ന് തന്നെ എത്തുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവളെ സമാധാനപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. അമ്മ വന്നു കഴിഞ്ഞാൽ തൻ്റെ അസുഖങ്ങളൊക്കെ മാറുമോ ചോദിക്കുമ്പോൾ തീർച്ചയായും മാറുമെന്ന് പറഞ്ഞു തന്നെ ഒരു ലോലിപോപ്പ് ഡോക്ടർ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നേഴ്സ് വന്നൊരു പേഷ്യൻറ്റിനെ നോക്കണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കൊച്ചുകുട്ടി മുൻപോട്ട് നടന്നു വരുന്ന വഴിക്ക് തന്നെ നിലത്തേക്ക് വീഴുന്നുണ്ട്. നിലത്ത് വീണിട്ട് എഴുന്നേക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ലോലിപോപ്പ് ഒരു കൊച്ചാൺകുട്ടി വാങ്ങിയിട്ട് തന്നെ അത് തൻ്റേതാണെന്ന് പറയുന്നു. കൊച്ചു പെൺകുട്ടി അവിടെ നിന്റേതൊന്നും അല്ല, എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ലോലിപോപ്പാന്ന് പറഞ്ഞു അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആ കൊച്ചാൺകുട്ടിയുടെ അമ്മ എവിടേക്ക് വരുന്നു. സ്വന്തം അച്ഛൻ്റെ പേര് പോലും അറിയാത്ത നിനക്കൊക്കെ എന്തിനാണ് ലോലിപോപ്പ് എന്ന് ചോദിച്ചു തന്നെ ആ സ്ത്രീ ആ കൊച്ചുകുട്ടിയെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ അവരുടെ കൈ തടഞ്ഞുകൊണ്ട് ഹീറോയിൻ അവിടെ എത്തുന്നു. എന്ത് ധൈര്യമുണ്ടായിട്ടാണ് തൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് കൈ ഉയർത്തിയെന്ന് ചോദിച്ചു തന്നെ ഹീറോയിൻ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് അമ്മയും മകനും ഭയന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ പറഞ്ഞതോർത്തൊന്നും നീ ടെൻഷൻ ആവണ്ട, അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുകയും വേണ്ട. മോൾക്ക് എന്തെങ്കിലും മുറിവുകൾ വല്ലതും സംഭവിച്ചോ എന്ന് തന്നെ അവള് ആകുലതയോട് ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, എനിക്ക് അച്ഛനില്ലേ എന്ന് തന്നെ അവളെ ചോദിക്കുമ്പോൾ തീർച്ചയായും നിനക്ക് അച്ഛനുണ്ട്. അച്ഛനില്ലാതെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ ഭൂമിയിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയെക്കുറിച്ചുള്ള ന്യൂസ് ടി വിയിൽ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ തൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം ഇനിയെങ്കിലും പറയാമെന്ന് പറഞ്ഞ് കുഞ്ഞ് അവളെ നിർബന്ധിക്കുന്നുണ്ട്. ടി വിയിലുള്ള ഹീറോയുടെ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, അതാണ് നിന്റെ അച്ഛനെന്ന്. തൻ്റെ അച്ഛൻ വളരെ ഹാൻസം ആണല്ലോ എന്ന് തന്നെ കൊച്ചുകുട്ടിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് യാചിക്കുന്നുണ്ട്, പ്ലീസ് എന്നെ കല്യാണം കഴിക്ക്, ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയരുത്, ദയവ് ചെയ്ത് എന്നെ വിട്ടിട്ട് പോരെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, നിന്നെ പോലെ തന്നെ ഞാനങ്ങനെ വിവാഹം കഴിക്കും, അതെന്തായാലും നടക്കാനേ പോകുന്നില്ല. നിന്നെ പോലെ തന്നെ വിവാഹം കഴിച്ചാൽ തൻ്റെ ലൈഫ് പിന്നീട് എന്താവും, എനിക്ക് എന്തായാലും നിന്നെ വേണ്ട, ഞാൻ മറ്റൊരു ലൈഫ് തന്നെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് പണം ആവശ്യമാണെന്ന് തന്നെ അവൾ പറയുന്നു. നിനക്ക് ഇഷ്ടമുള്ള ലൈഫ് നീ ചൂസ് ചെയ്തോ, പക്ഷെ തൻ്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയരുതെന്ന് പറഞ്ഞ് അവൻ വളരെയധികം അവളോട് യാചിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഇതേ സമയം ഒഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീറോയിനാവട്ടെ നിന്നെ എനിക്ക് വേണ്ട, നിന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട, ഞാൻ അതിനെ എപ്പോഴും അബോർട്ട് ചെയ്തെന്ന് പറഞ്ഞു തന്നെ അവളുടെ കൈവിരൽ കടന്ന് മോതിരം എടുത്ത് ദൂരേക്ക് എറിയുന്നു. അങ്ങനെ ഒരു കാറിൽ കയറി അവൾ പോകാനും ശ്രമിക്കുന്നുണ്ട്. കാർ നീങ്ങുന്നതിനനുസരിച്ച് തന്നെ വല്ലവിധേനെ എഴുന്നേറ്റ് അവൻ അതിനെ പിന്തുടരുന്നുണ്ട്. തന്നെ ഉപേക്ഷിച്ച് പോരെന്ന് പറഞ്ഞ് അപ്പോഴും അവൻ അവളോട് കെഞ്ചുന്നുണ്ടായിരുന്നു. ഇതേ സമയം അവൾ അടക്കി വെച്ചിരുന്ന കണ്ണീര് മുഴുവൻ ക്രമാതീതമായി ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒരു അപകടം സംഭവിച്ച് കാലിന് സർജറി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിന് $2 മില്യൺ ആവശ്യമുണ്ട്. എന്നാൽ ഹീറോയിന്റെ പക്കൽ അത്രയധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഹീറോയുടെ ഫാമിലി ആവട്ടെ വളരെ വലിയ പേരുകേട്ട പണക്കാരുടെ ഫാമിലിയായിരുന്നു. പണം എന്തായാലും തന്നെ കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ആവട്ടെ കരഞ്ഞുകൊണ്ട് അവന്റെ അമ്മയുടെ മുമ്പിൽ യാചിക്കുന്നുണ്ട്. പണം അവർ നൽകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതിന് പ്രത്യുപകരമായി തന്നെ തന്റെ മകനെ ഉപേക്ഷിച്ച് പോകണമെന്നൊരു നിബന്ധന കൂടി അവർ വെക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും തന്റെ മകനെ വിവരത്തെക്കുറിച്ച് അറിയരുതെന്നും പറഞ്ഞ് ഹീറോയിനെ അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അവന്റെ നല്ലതിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ആ സ്ത്രീ ആവട്ടെ ട്രീറ്റ്മെന്റിനുള്ള പണമെന്ന് പറഞ്ഞു തന്നെ യാതൊരു ദയമില്ലാതെ അവളുടെ മുഖത്തേക്ക് ചെക്ക് വലിച്ചെറിയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്തായാലും അവനോട് വെളിപ്പെടുത്താൻ സാധിക്കില്ല. അതുമാത്രമല്ല മറ്റെന്ത് പറഞ്ഞാലും അവൻ തന്നെ വിട്ടു പോവില്ല എന്നും അവൾക്ക് ഉറപ്പായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് അവളെ വെറുക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അവൾ അവനോട് പറഞ്ഞതുപോലും. എന്നാൽ അവനെക്കാട്ടിലും വേദനിച്ചത് അവൾക്ക് മാത്രമാണ്. ഹീറോയിൻ ശരിക്കും അവരുടെ കുഞ്ഞിനെ അബോട്ടൊന്നും ചെയ്തിരുന്നില്ല. 5 വർഷമായി തനിച്ച് തന്നെ ഒറ്റയ്ക്ക് അവൾ ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തി. കുഞ്ഞുമായി അവൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു വലിയ സങ്കടകരമായ കാര്യം അവളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചത്. എന്നാൽ ഒരു ദിവസം കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പരിഭ്രാന്തയാവുന്നു. ഹോസ്പിറ്റലിലെത്തി ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസർ പോലെയുള്ള എന്തോ അസുഖമാണെന്ന് തന്നെ കണ്ടെത്തുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ പൊക്കൽ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അസുഖം ഭേദമാക്കാൻ സാധിക്കൂ എന്ന് ഡോക്ടർ അറിയിക്കുന്നുണ്ട്. ഈ ഒരു കാരണത്താൽ തന്നെയാണ് അവൾ ഹീറോയുടെ അടുത്തെത്തി ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടതും. ഇതേ സമയം തന്നെ ഹീറോയ്ക്കാവട്ടെ അവന്റെ അമ്മയുടെ കോൾ ലഭിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി വിവാഹം കഴിക്കാനായി കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടി ഇപ്പോഴും വെയിറ്റിംഗിലാണ്, അവളെ വന്ന് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു തന്നെ അവരവട്ടെ അവനെ വഴക്ക് പറയുന്നു. അതിന് മറുപടിയൊന്നും പറയാതെ ഹീറോ കോള് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ഹീറോയിനെ ഹീറോ കാണുന്നത്. അവള് തെരുവ് കച്ചവടം ചെയ്യുന്നത് അവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ചിലരൊക്കെ കപ്പിൾസായി വന്ന് തന്നെ റിങ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമാണെന്നും അവരെല്ലാവരും പറഞ്ഞ് വാങ്ങിക്കൊണ്ടു പോകുന്നു. അതേസമയം തന്നെ ഹീറോ അവളുടെ കൈവിരലിലേക്ക് ധരിപ്പിച്ച മോതിരം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ചിന്തകൾക്ക് അവസാനമിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വിറ്റഴിച്ചാലേ ചികിത്സയ്ക്കുള്ള പണം കുറേശ്ശെയെങ്കിലും സ്വരുക്കൂട്ടാൻ സാധിക്കൂ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ ആ വെയിലത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. ഹീറോയും ഈ കാഴ്ച മുഴുവൻ പുറത്തു നിന്ന് ആശ്ചര്യത്തോടെ കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ അവിടേക്ക് വന്നിട്ട് ഈ മോതിരങ്ങളും ജ്വല്ലറിയൊക്കെ വളരെ സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ തന്നെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവൾക്ക് കച്ചവടവും നടക്കുന്നുണ്ട്. ഇങ്ങനെ സാധനങ്ങൾ വിറ്റുപോയാൽ അധികം താമസിക്കാതെ തന്നെ ട്രീറ്റ്മെന്റിനുള്ള പണം തനിക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിച്ച് തന്നെ അവൾ സന്തോഷിക്കുന്നു. കച്ചവടമൊക്കെ കഴിഞ്ഞ് സ്റ്റാളൊക്കെ ക്ലോസ് ചെയ്ത് ഹീറോയിൻ പോകുന്ന സമയത്ത് തന്നെ കുറേയധികം റൗഡി പയ്യന്മാർ ഹീറോയിനെ വളയുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് ആരാണെന്ന് അറിയാമോ, അദ്ദേഹം ഈ കാര്യം പറഞ്ഞാൽ നിന്നെയൊന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവരെ ഹീറോയിൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിലൊരാളാവട്ടെ നീ എപ്പോഴും തനിച്ച് തന്നെയാണ്, നിനക്ക് ഹസ്ബൻഡ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഹസ്ബൻഡ് ഇല്ലെങ്കിലും എന്താ ഞങ്ങളില്ലേ എന്ന് ചോദിച്ചു തന്നെ അവരവട്ടെ ഹീറോയിനോട് മോശമായി പെരുമാറുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഹീറോ ഇവിടെ എത്തി അവരുമായി ഫൈറ്റ് ചെയ്ത് തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹീറോയെ കണ്ട് അമ്പരപ്പ് അവളുടെ മുഖത്തുണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല, ഒരുപാട് നന്ദിയുണ്ട് തന്നെ അവൾ അറിയിക്കുന്നു. എന്നിരുന്നാലും അതിലൊരുത്തൻ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവനെ നീ അടിച്ചില്ലേ, എന്തിനാ നീ ഇവനെ അടിച്ചത്, നീ കരുതുന്ന പോലെ ഇവളെത്ര നല്ല പെണ്ണൊന്നുമല്ല, ഇവൾക്ക് ഹസ്ബൻഡേ ഇല്ല, ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഹീറോയിനാവട്ടെ അയാളിൽ നിന്ന് സത്യങ്ങളെല്ലാം ഹീറോ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുടുകട്ട എടുത്ത് നെറ്റി നോക്കി തന്നെ അടിക്കുന്നുണ്ട്. അയാൾ തന്നെ കുറിച്ച് മോശം പറയാൻ വന്നു, അതിനെ അടിച്ചെന്ന് തന്നെ അവന് സംശയം തോന്നാതിരിക്കാൻ തുടർന്ന് ഹീറോയിൻ പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന്, എന്തിനാ ഇപ്പോൾ നിങ്ങൾ ഈ വഴി വന്നതെന്ന് എന്നെ അവളെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ വന്നപ്പോൾ നിന്നെ കണ്ടു, അങ്ങനെ ഇവിടേക്ക് വന്നതാണ്. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും താൻ ഇങ്ങനെ ചെയ്യുള്ളായിരുന്നു. നീയല്ലേ പറഞ്ഞത് നിനക്ക് പണമാണ് മുഖ്യം, പണക്കാരിയായിരിക്കാൻ പോവുകയാണെന്ന്, എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പിന്നാലെ ചെന്ന ഹീറോയിനാവട്ടെ തന്റെ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ തന്നെ അവനോടൊരു കുഞ്ഞിനെ ആവശ്യപ്പെടുന്നുണ്ട്. നീ എന്താ കളിയാക്കുകയാണോ, നിന്റെ മേലിൽ എനിക്ക് യാതൊരു ഫീലിങ്സും ഇല്ല, ഇതിനപ്പുറം നിന്റെ മേലിൽ എനിക്ക് ലവും ഉണ്ടാവാൻ പോകുന്നില്ല, നീ നിന്റെ പണി നോക്കെന്ന് പറഞ്ഞ് തന്നെ ഹീറോ അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നിന്നിട്ട് മുത്തശ്ശി നിന്നെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹപ്പെട്ടിരുന്നു, അവസാനമായി എന്നോട് ആവശ്യപ്പെട്ടത് നിന്നെ ഒന്ന് കാണണമെന്നാണ്, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് തന്നെ ഹീറോയിനെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തിയുടനെ തന്നെ മുത്തശ്ശി എവിടെയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. 2 വർഷമായി മുത്തശ്ശി മരിച്ചു പോയിട്ട് നിന്നെ പോലെ ഒരുത്തി അവസാനമായി കാണണമെന്ന് അവർ ആഗ്രഹിച്ചത് തന്നെ വളരെ വലിയ തെറ്റാണ്. ഇത് അവളിൽ വല്ലാതെ ഞെട്ടലുണർത്തുന്നുണ്ട്. പോയി കാണാന്ന് പറഞ്ഞു തന്നെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അവനവളെ പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോയിൻ ഭയന്നാണ് അകത്തേക്ക് പോയത്. ഹീറോയിൻ ഒരു ഓർഫനായിരുന്നു, അവളെ മുത്തശ്ശി ദത്തെടുത്ത് വളർത്തിയതാണ്. ഹീറോയ്ക്കും അങ്ങനെയാണ് ഹീറോയിന്റെ മേലിൽ ഇഷ്ടമുണ്ടായത്. മുത്തശ്ശിക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നീടാണ് ഹീറോയിനും ലവ് ചെയ്യാനും തുടങ്ങിയത്. മുത്തശ്ശി മരിച്ചു പോയത് ഓർത്തിട്ട് ഹീറോയിൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അവസാനമായി അവരെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് തന്നെ അവൾ വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നു. പക്ഷെ അവളുടെ കണ്ണീര് കണ്ടിട്ട് പോലും അവൾ പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം മുത്തശ്ശിയെ സ്നേഹിച്ചെന്ന് പോലും ഹീറോ കരുതുന്നുണ്ട്. പിന്നീട് അസിസ്റ്റന്റിനെ വിളിച്ച് തന്നെ ഹീറോയിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനായി ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. വളരെയധികം കരഞ്ഞ് തളർന്നുറങ്ങുന്ന ഹീറോയിനെ കണ്ടപ്പോൾ ഹീറോ ആവട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മുത്തശ്ശിയുടെ ഫോട്ടോ മാറ്റിവെച്ചിട്ട് അവളെ എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ അവളെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അവളെ എനിക്കിനി വിശ്വസിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് അവളെ ബെഡിലേക്ക് കൊണ്ടുചെന്ന് കിടത്തുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ ഹീറോയിനാവട്ടെ ചുറ്റും നോക്കിയപ്പോൾ മാത്രമാണ് താൻ ഹീറോയുടെ വീട്ടിലാണെന്ന് മനസ്സിലായത്. അവരിരുവരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെടുത്ത ഫോട്ടോയും അവിടെ ഉണ്ടെന്ന് അവൾ ഞെട്ടലോടെ തന്നെ കണ്ടെത്തുന്നു. സ്കൂൾ ടൈം മുതലേ ഇരുവരും പ്രണയിക്കാൻ തുടങ്ങിയതായിരുന്നു. ഹീറോ ആണെങ്കിൽ ഒരു വോളിബോൾ പ്ലെയറാണ്. എല്ലാ ബോളും ഹീറോ കൊണ്ടുചെന്നിടുന്ന കാണുമ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അവസാനമായി നെറ്റിലൂടെ ഇട്ട് ഹീറോ വിജയിച്ചതിന് ശേഷം തിരിഞ്ഞ് ഹീറോയിനെയാണ് നോക്കുന്നത്. ആ ബോളാവട്ടെ നേരെ ഹീറോയിന്റെ കാൽക്കിലേക്ക് ചെല്ലുന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ചെന്ന് തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ച് പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ പ്രപ്പോസ് ചെയ്ത ആ രംഗങ്ങളൊക്കെ ഓർത്തപ്പോൾ വർഷങ്ങൾ ഇത്രത്തോളം കടന്നുപോയി എന്നുള്ളത് അവൾക്ക് വിശ്വസിക്കാനേ ആയില്ല. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഫോട്ടോയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്ന റിങ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് അവളുടെ തന്നെ റിങ് ആയിരുന്നു. ഹീറോ അവളുടെ
കയ്യിൽ ധരിപ്പിച്ചു കൊടുത്തതായിരുന്നു. അന്ന് അവനെ വേർപിരിഞ്ഞു പോയപ്പോൾ ആ മോതിരമാണ് അവൾ വലിച്ചെറിഞ്ഞു കളഞ്ഞത്. അതും കൂടി ഓർത്തപ്പോൾ അവളുടെ വേദന ഇരട്ടിയാവുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് മുറിയിലേക്ക് ഹീറോ കടന്നു വന്നത്. ഈ മോതിരം എന്തിനാണ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് തന്നെ ഉള്ളിലെ വേദന മറച്ചു വെച്ച് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് വലിച്ചെറിഞ്ഞ് കളയണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഓരോ നിമിഷവും നീ എന്നെ ചതിച്ച കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ചതെന്ന് തന്നെ അവൻ പറയുന്നു. ഇനി തനിക്ക് ഈ റിങ്ങിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു തന്നെ അവനത് വലിച്ചെറിയുന്നുണ്ട്. ഈ കാഴ്ച കണ്ടതും ഹീറോയിൻ വല്ലാതെ ഭയന്ന് മുകളിൽ നിന്ന് ആ മോതിരം തിരയാനായി എത്തി നോക്കുന്നു. പെട്ടെന്ന് തന്നെ ഹീറോ അവളുടെ അടുത്തെത്തിയിട്ട് ആ റിങ് എനിക്ക് വേണ്ട, നിന്റെ ഓർമ്മകളൊന്നും എനിക്ക് വേണ്ട. എന്നാൽ പെട്ടെന്ന് തന്നെ ഹീറോയിനെ അവിടെ റിങ് തേടി അവിടെ നിന്ന് പോകുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, റിങ് കണ്ടുപിടിച്ചാൽ തീർച്ചയായും നിന്റെ കൂടെ ഇന്റിമേറ്റ് ആയിരിക്കാന്ന് തന്നെ അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഹീറോയിൻ ധൃതിയിൽ ആ മോതിരം തിരയാൻ പോയത്. എന്നാൽ ഇതുവരെയും അവൻ ആ മോതിരം വലിച്ചെറിഞ്ഞിട്ടില്ലായിരുന്നു. അതവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മഴയത്ത് ഹീറോയിൻ ആ മോതിരം തിരയുന്ന കണ്ടപ്പോൾ തന്നെ താനും ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഭ്രാന്തമായ രീതിയിൽ മഴയത്ത് ഇതുപോലെ തന്നെ മോതിരം തിരഞ്ഞായിരുന്നല്ലോ എന്നവൻ ഓർത്തെടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഹീറോ കുടയുമായി അവളുടെ അരികിലെത്തിയിട്ട് നീ എത്ര തിരഞ്ഞാലും ആ റിങ് നിനക്ക് ലഭിക്കാനേ പോകുന്നില്ല എന്നും പറഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ കൈവിരലിലേക്ക് തന്നെ അവന്റെ പക്കലുണ്ടായിരുന്ന മോതിരം ധരിപ്പിക്കുന്നു. വീടെന്നെ എന്ന് പറഞ്ഞ് തന്നെ ഹീറോയിൻ കൈതട്ടി മാറ്റുന്നുണ്ട്. ഈ മോതിരത്തിന്റെ ആവശ്യം ഇപ്പോൾ നിനക്കില്ല, ഞാൻ തന്നെയാണ് ഇത് നിനക്ക് തന്നത്. നീ എന്നെ ചതിച്ചിട്ട് പോയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചവൻ ഭ്രാന്തമായി തന്നെ പെരുമാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ അവന്റെ കൈകൾ തട്ടിമാറ്റിയിട്ട് നിന്റെ പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നോടൊപ്പം നിന്നത്, അത് മാത്രമായിരുന്നു തന്റെ ആവശ്യമെന്നും അവൾ കള്ളം പറയുന്നുണ്ട്. ഇപ്പോഴെന്തിനാണ് ഒരു കുഞ്ഞിനെ ആവശ്യപ്പെടുന്നതെന്ന് അവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞിനെ വേണം, അവളുടെ കൂടെ ഇന്റിമേറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു തന്നെ അവൾ കരയാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ ഒന്നും ഗവനിക്കാതെ തന്നെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മുറിയിലേക്ക് വന്ന ഹീറോയിനെ ആവട്ടെ അവരിരുവരുടെയും ചിത്രം എടുത്തു വെച്ചിട്ട് തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. എപ്പോഴൊക്കെ ഹീറോയുമായി ക്ലോസ് ആവണമെന്ന് വിചാരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ അവൻ്റെ അമ്മ അവളുടെ അടുത്തെത്തി അവളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. തൻ്റെ മകൻ എബ്രോഡിൽ നിന്ന് വരാൻ പോവുകയാണെന്നും അവൻ്റെ കൺവട്ടത്തെങ്ങാണം കണ്ടുപോയാൽ നിന്റെ ലൈഫ് ഇതോടെ തീരുമെന്നും പറഞ്ഞും ആ സ്ത്രീ ആവട്ടെ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്തെടുത്ത് വല്ലാതെ വിഷമിച്ച് തന്നെ ഹീറോയിൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് വളരെ മുഖ്യമാണ്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് അവനോട് സത്യങ്ങൾ തുറന്നു പറയാനും സാധിക്കും എന്നൊക്കെ വിചാരിച്ച് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ സമയം ഹീറോയും അവളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ രാവിലെ തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. മകളുടെ കൂടെ സംസാരിച്ചുകൊണ്ടാണ് അവൾ പടികൾ ഇറങ്ങി വന്നത്. അവിടെയുള്ളൊരു മേഡിനെ ഹീറോയിനെ തീരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നീ എന്തിനാ ഇവിടേക്ക് തിരിച്ചു വന്നതിനെ ഒരു ദേഷ്യത്തോടെ ചോദിച്ച് അവളോട് ഓവറായി സംസാരിക്കുന്നുണ്ട്. അവരോട് എതിർത്തൊന്നും പറയാതെ തന്നെ താൻ ഇവിടെ ഒരു ജോലിക്കാണ് വന്നത്, അത് അവസാനിച്ചു എന്ന് പറഞ്ഞു തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള ഗാർഡനിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പഴയൊരു സന്ദർഭത്തിലേക്ക് അവളുടെ മനസ്സ് പായുന്നു. ഹീറോയിനാണെങ്കിൽ ഫ്ലവേഴ്സ് വളരെ ഇഷ്ടമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹീറോ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു വീട് അവൾക്ക് വേണ്ടി പണിത് വലിയൊരു ഗാർഡനും സെറ്റ് ചെയ്ത് അവൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുമെന്ന്. ഇതൊക്കെ ഓർത്ത് അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെയായിരുന്നു ഹീറോ ഒരു പെൺകുട്ടിയുമായി വീട്ടിലേക്ക് കടന്നു വന്നത്. മിമി എന്നാണ് പെൺകുട്ടിയുടെ പേര്. നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് തിരിച്ചു വന്നത്, പണത്തിന് വേണ്ടിയിട്ടല്ലേ നീ പോയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിനെ പെൺകുട്ടി അടിക്കാൻ വരുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവളുടെ കാരണം നോക്കി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ഹീറോയിനെ പെൺകുട്ടി അടിക്കാൻ വരുന്നുണ്ടെങ്കിലും ഹീറോ തക്കതായ സമയത്ത് ആ പെൺകുട്ടിയുടെ കൈകൾ തടയുന്നു. എന്നെ അടിച്ചിട്ട് നിങ്ങൾ തിരിച്ച് പ്രവർത്തിച്ചതുമില്ല, ഇപ്പോൾ അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ അടിക്കാൻ കൈയൊങ്ങുകയാണോ എന്ന് ചോദിച്ചു തന്നെ ആ പെൺകുട്ടി വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞു തന്നെ ഹീറോ അവിടെ നിന്ന് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. ഇനി അവളെ എന്തിനാ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അവളൊരു ജോലിയുടെ കാര്യത്തിന് വന്നു. അത് കഴിഞ്ഞു അവൾ പോവുകയും ചെയ്തു. നീ സംസാരിക്കാതിരിയെന്ന് പറഞ്ഞ് ഹീറോ തിരിയുമ്പോൾ തന്നെ അവളുടെ ബാഗ് നിലത്ത് കിടക്കുന്ന കാണുന്നുണ്ട്. ഞാനിത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ വന്ന് പോകുന്നുണ്ട്. അവനെ തടയാനായി മിമ്മി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും വകവെച്ചില്ല. ഹീറോയിൻ റോഡിലൂടെ നടക്കുന്ന സമയത്ത് തന്നെ ഹീറോ കാറുമായി എവിടെ എത്തുന്നുണ്ട്. അവളുടെ കാറിലേക്ക് കയറാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ കയറാനായി കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ അവൻ വല്ലാതെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. തുടർന്ന് അവൾ കാറിലേക്ക് കയറുകയും ചെയ്യുന്നു. ദാ ഈ ബാഗ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാതെ തനിക്ക് നിന്റെ മേലിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറഞ്ഞു തന്നെ അവളുടെ മടിയിലേക്ക് അവനെ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് എന്നും പറഞ്ഞു തന്നെ അവൾ ശാന്തമായിരിക്കുന്നു. എന്തിനാ നീ വീണ്ടും എന്റെ പിന്നാലെ വരുന്നതെന്ന് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് തനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവനോട് കെഞ്ചാൻ തുടങ്ങുന്നു. നീ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിനൊന്നും മറുപടി നൽകാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. ഇത്രയും നാളെ നീ സന്തോഷവതിയായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ കണ്ടാൽ തന്നെ അറിയാൻ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും പറ, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയൊന്നും അവളിൽ നിന്ന് ലഭിക്കുന്നില്ല. താൻ ഇറങ്ങേണ്ട സ്ഥലമെത്തി, ഇവിടെ വാഹനം നിർത്തിയാൽ മതിയെന്ന് തന്നെ അവൾ ആവശ്യപ്പെടുന്നു. ധൃതിയിൽ അവൾ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് തന്നെ അവൾ എവിടേക്കാ പോകുന്നതെന്ന് നോക്കാനായി അസിസ്റ്റന്റിനോട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു എന്ന് തന്നെ അസിസ്റ്റന്റ് മറുപടി നൽകുന്നു. തുടർന്ന് അവൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഹീറോ അവിടെ അവളെ പിന്തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവൻ്റെ ഫ്രണ്ടിനെയും ഈ വിവരം ധരിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു അവരിരുവരുടെ മകളെ ഹീറോയെ കൂട്ടിമുട്ടുന്നത്. ആ കൊച്ചുകുട്ടിയെ നോക്കിയപ്പോൾ തന്നെ പണ്ട് ഹീറോയിൻ അവൻ്റെ ദേഹത്തേക്ക് ഇടിച്ച ഓർമ്മകളൊക്കെ അവന് വരുന്നുണ്ട്.
അതുമാത്രമല്ല ആരോ ഫ്ലവേഴ്സ് കൊണ്ടുപോകുന്ന കണ്ടു തന്നെ ഇരുവരും മൂക്ക് ഒരുപോലെ പൊത്തുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇരുവർക്കും പൂമ്പൊടി അലർജിയായിരുന്നു. ഈ ടിഷ്യൂ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് തന്നെ ഹീറോ അവൾക്കൊരു ടിഷ്യൂ നൽകുന്നുണ്ട്. നിങ്ങളെ കാണാൻ വളരെ ക്യൂട്ടാണല്ലോ. അന്ന് TV ന്യൂസിൽ അവനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞ് അതാണ് അവന്റെ അച്ഛനെന്ന് മനസ്സിലാക്കിയതാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെന്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു തന്നെ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മോളെ, ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല. ആര് പറഞ്ഞു? നിങ്ങളാണ് എന്റെ അച്ഛൻ. എന്റെ അമ്മ പറഞ്ഞല്ലോ. എന്തിനാ എന്നെയും എന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയത്? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നിന്റെ അമ്മ എന്തിയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കൊച്ചുകുട്ടി കൈ ചൂണ്ടുന്നുണ്ട്. ഹീറോയിൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ മറ്റൊരു സ്ത്രീ അവൾക്ക് ഓപ്പോസിറ്റ് കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെ കാണാൻ പറ്റാതെയാവുന്നു. കുട്ടി കൈ ചൂണ്ടിയെടുത്തേക്ക് തന്നെ ഹീറോ നോക്കുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീയായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അമ്മ അവരായിരിക്കുമെന്ന് കരുതി തന്നെ അവൻ തെറ്റിദ്ധരിക്കുന്നു. ശരി മോളെ, നീ സേഫായിട്ടിരി. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ കൂടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊച്ചുകുട്ടിയോട്ടെ ഇവിടെ നിൽക്കി, ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് തന്നെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് അവനെ വീണ്ടും കോൾ ചെയ്തിട്ട് അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അവൾ മറ്റെന്തോ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ വന്നേന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ച് പോയെങ്കിലും നീ നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിനക്കെന്തോ അസുഖമുണ്ടെന്ന് വിചാരിച്ചു തന്നെ ഞാൻ വല്ലാതെ ഭയന്ന് പോയി എന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിനാവട്ടെ കുഞ്ഞിനെ ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. കുഞ്ഞാവട്ടെ താൻ പെട്ടെന്ന് തന്നെ റിക്കവർ ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും റിക്കവർ ആവുമെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല വിഷമമുണ്ടമ്മേ, ഞാൻ നിങ്ങളെ വിട്ടു പോകുമോ എന്ന ഭയം എൻ്റെ ഉള്ളിലുണ്ടെന്ന് തന്നെ ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട്. നിനക്ക് യാതൊന്നും സംഭവിക്കില്ല, ഒരു ആപത്ത് സംഭവിക്കാതെ തന്നെ ഞാൻ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹീറോയിൻ മകളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അവൾ അവിടെ ഹീറോയെ കാണാൻ ഓഫീസിലേക്ക് പോകുന്നു. എന്നാൽ എൻട്രൻസിൽ വെച്ച് തന്നെ അവിടുത്തെ സ്റ്റാഫ് അവളെ തടയുന്നുണ്ട്. അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ബോസിനെ കാണാൻ പറ്റില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ടെങ്കിലും തന്നെ അകത്തേക്ക് വിടണമെന്നും ഒരു പ്രാവശ്യം അവനെ കണ്ടാൽ മതിയെന്നും പറഞ്ഞ് അവളെ കെഞ്ചുന്നുണ്ട്. എന്നാൽ അവരാവട്ടെ അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്. അതേസമയം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവൾക്ക് കോൾ ലഭിക്കുന്നുണ്ട്. മകൾക്ക് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോകുന്നു. കുഞ്ഞിൻ്റെ നില വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ മതിയാവുന്ന ഡോക്ടർ പറയുമ്പോൾ തന്നെ കുഞ്ഞ് കണ്ണുകൾ തുറന്ന് ഹീറോയിനെ നോക്കുന്നുണ്ട്. മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്നെ രക്ഷിക്കുമെന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ കുട്ടിയാവട്ടെ തനിക്ക് വല്ലാതെ ഭയമാവുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ ഒരു ക്ലബിലേക്ക് പോയിരിക്കുന്നു എന്ന് വിവരം ലഭിച്ച ഹീറോയിനാവട്ടെ നന്നായി ഡ്രസ്സ് ചെയ്ത് തന്നെ ഏത് വിധേന അവനെ സെഡ്യൂസ് ചെയ്ത് ഇന്നത്തെ നൈറ്റ് അവനോട് ഇൻറ്റിമേറ്റ് ആയിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവനുള്ള ആ ക്ലബിലേക്ക് പോകുന്നുണ്ട്. ക്ലബിൽ വെച്ച് ഒരുപാട് പെൺകുട്ടികൾ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാനായി ഹീറോ തുടങ്ങുന്നുണ്ട്. ഇതേ സമയം തന്നെയായിരുന്നു ഹീറോയിൻ അവിടേക്ക് ചെന്നത്. അവളെ കണ്ടതും അവന്റെ ഫ്രണ്ട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇവനെ പറ്റിച്ചിട്ട് പോയല്ലേ, വീണ്ടും അവനെ തിരക്കി ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഹീറോയെ അവൾ പറ്റിച്ചിട്ട് പോയാന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവന്റെ എല്ലാ ഫ്രണ്ട്സും അവളോട് പരുക്കമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇവള് പണത്തിന് വേണ്ടിയിട്ടാണ് അവനെ ഉപേക്ഷിച്ച് പോയെന്നും പണം ആര് കൊടുത്താലും അവരവിടെ പോകുമെന്ന് പറഞ്ഞ് ഹീറോയിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ അവന്റെ ഫ്രണ്ട് ആവട്ടെ ഒരു കെട്ട് പണം മുമ്പിലേക്ക് വെച്ചിട്ട് ഈ ഡ്രിങ്ക്സ് കുടിച്ചാൽ ഈ പണം നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഓൾറെഡി അറിയാമായിരുന്നു അവൾക്ക് ആൽക്കഹോൾ അലർജിയാണെന്ന്. അതുകൊണ്ട് തന്നെ അവളത് കുടിക്കില്ല എന്ന് തന്നെ അവൻ കരുതി. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ ഞാനിത് മുഴുവനും കുടിക്കാം, പക്ഷേ തനിക്ക് പണം തരണമെന്ന് പറയുന്നുണ്ട്. നീ ചുമ്മാ നടിക്കാനൊന്നും നോക്കണ്ട എന്ന് ഹീറോ ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിലും താൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെ അത് മുഴുവനും അവൾ കുടിക്കുന്നുണ്ട്. അവൾക്ക് മദ്യം അലർജിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഹീറോയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പറഞ്ഞതുപോലെ താൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ അവന്റെ ഫ്രണ്ടിൽ നിന്ന് ആ പണം വാങ്ങുന്നുണ്ട്. എന്നാൽ ഗെയിം ഇതുവരെ അവസാനിച്ചില്ല എന്ന് പറഞ്ഞു തന്നെ മദ്യം അവനാവട്ടെ അവളുടെ തലവഴി ഒഴിക്കുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്, തനിക്ക് ഇനിയും പണം ആവശ്യമുണ്ടെന്ന് തന്നെ അവള് അവന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. നീ എന്താ എല്ലാവരും കളിയാക്കുകയാണോ, എന്റെ മുമ്പിൽ വളരെ സ്ട്രോങ് ആയി അഭിനയിക്കുകയാണോ എന്നൊക്കെ ഹീറോ ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു തന്നെ അവളവിടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട, നീ ഡ്രസ്സ് റിമൂവ് ചെയ്തോളൂ, നിനക്ക് ആവശ്യമായ പണം ഞങ്ങൾ തന്നേക്കാന്ന് തന്നെ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. കുറച്ചു നേരം ഒന്ന് വിഷമത്തോടെ ചിന്തിച്ചു നിന്നതിന് ശേഷം തന്നെ അവൾ ബാഗ് നിലത്തേക്കിട്ട് മുകളിൽ ധരിച്ചിരിക്കുന്ന കോട്ടും ബെൽറ്റും അതുപോലെ തന്നെ സ്കേർട്ടും ഒക്കെ നിലത്തേക്ക് അഴിച്ചിടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് തന്നെ ഞാൻ ഡ്രസ്സുകളൊക്കെ റിമൂവ് ചെയ്തു, അതനുസരിച്ചുള്ള പണം തനിക്ക് തരണമെന്ന് അവൾ പറയുന്നുണ്ട്. ഫൈനലി 2 ഡ്രസ്സും മാത്രമേ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ റിമൂവ് ചെയ്യാനായിട്ട് തന്നെ അവരാവശ്യപ്പെടുന്നുണ്ട്. മദ്യത്തിന്റെ അലർജി മൂലം തന്നെ അതേസമയം അവളുടെ ദേഹമാസകലം ചൊറിഞ്ഞു തടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വളരെയധികം വിഷമത്തോടെ തന്നെ തന്റെ കുഞ്ഞിന്റെ ജീവൻ തന്നെയാണ് തനിക്ക് വലുതെന്ന് പറഞ്ഞ് അവളെ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ ഇതേ സമയം വന്ന് അവളെ തടയുന്നുണ്ട്. അവൾക്ക് മേൽക്കോട്ട് ധരിപ്പിച്ചു കൊടുക്കുകയും മറ്റുള്ളവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത്രത്തോളം മുഖ്യമാണോ നിനക്ക് പണമെന്ന് തന്നെ അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിനാവട്ടെ തനിക്ക് പണം വേണമെന്ന് തന്നെ പറയുന്നുണ്ട്. തുടർന്ന് അവൾ ബോധരഹിതയാവുകയും ചെയ്യുന്നു. ഹീറോ അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അലർജി മൂലമാണ് ഇത് സംഭവിച്ചെന്നും എന്നിരുന്നാലും മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റെസ്റ്റ് എടുത്താൽ മാറാവുന്ന
പോകുന്നതേ ഉള്ളൂ എന്നും ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ഡോക്ടറോട് അവിടെ നിന്ന് പോകാനായി ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവളെ തന്നെ കണ്ണെടുക്കാതെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോ അവളുടെ മുഖത്തേക്ക് തൊടാൻ പോകുമ്പോൾ തന്നെ ഹീറോയിൻ പെട്ടെന്ന് കണ്ണുകൾ തുറക്കുന്നുണ്ട്. മദ്യം കുടിച്ചതുകൊണ്ട് തന്നെ നിനക്ക് അലർജി സംഭവിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ ഹീറോ പെട്ടെന്ന് പറയുന്നുണ്ട്. തനിക്ക് മറ്റൊരു പ്രശ്നവുമില്ലേ, പ്ലീസ് തനിക്കൊരു കുഞ്ഞിനെ തന്നു പറഞ്ഞ് വീണ്ടും അവളെ ഹീറോ എടുത്തൊരു കുഞ്ഞിനെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ ഭയങ്കരമായി ദേഷ്യം തോന്നി ഹീറോ ആവട്ടെ അവളെ ബെഡിലേക്ക് ചായ്ക്കുന്നുണ്ട്. എന്താണ് ശരിക്കുമുള്ളതിന്റെ പ്രശ്നം? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ പറ്റിച്ചു പോയിട്ട് ഞാനതൊക്കെ അങ്ങ് മറന്നു പോകുമെന്ന് നീ കരുതിയോ? നീ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് വെറുപ്പ് മാത്രമാണ് തോന്നുന്നത്. നീ എന്നെ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളാണ് തന്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് തന്നെ ഹീറോ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നിന്നോട് മറ്റൊരു ഫീലിംഗ്സും എനിക്ക് ഉണ്ടാവാനും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിർത്തിക്കോളാൻ തന്നെ ഹീറോ പറയുന്നുണ്ട്. അവൾക്കും അതിനൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഏത് വിധേനയും തന്റെ മകളെ രക്ഷിക്കണം. പക്ഷേ സത്യങ്ങളൊന്നും അവനോട് തുറന്നു പറയാൻ സാധിക്കില്ല. കാരണം അന്ന് തന്നെ സത്യങ്ങൾ എപ്പോഴെങ്കിലും ഹീറോയോട് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മകളെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് തന്നെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 മില്യൺ പണം അവന്റെ അമ്മയിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാണ് അവനെ ഇപ്പോഴും ജീവനോടെ കാണാൻ സാധിക്കുന്നത് തന്നെ. എങ്ങനെ നമ്മുടെ മകളെ ഇനി രക്ഷിക്കുമെന്ന് ഓർത്ത് തന്നെ ഹീറോയിൻ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. തുടർന്ന് അവൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പണമാണ് മുഖ്യം. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 2 മില്യൺ വാങ്ങിയിട്ട് ഞാൻ പോയി. പണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതിനുവേണ്ടി തന്നെയാണ് നിന്നെ അപ്രോച്ച് ചെയ്തതെന്നും അവൾ പറയുന്നത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന്റെ മകൾ അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്തത് ഹീറോ ആയിരുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് തന്നെ നീ ആരാണെന്നും നിന്റെ പേരെന്താണെന്നും ഹീറോ ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മ എവിടെയാണ്? എന്റെ പേര് സ്വീറ്റി എന്നാണ്. നിനക്ക് എത്ര വയസ്സായി എന്ന് തന്നെ ഹീറോ ചോദിക്കുമ്പോൾ 6 ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. സത്യം പറയേ, കൊച്ചുകുട്ടി ആരാണ്? നമ്മുടെ മകളാണോ? നമുക്കിരുവർക്കും ജനിച്ച മകളാണോ? അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നീ അബോട്ട് ചെയ്തെന്ന് പറഞ്ഞത് കള്ളമല്ലേ എന്ന് തന്നെ ഹീറോ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ എന്തോ പറയാൻ വരുന്നുണ്ട്. അതേസമയം തന്നെ കൊച്ചു പെൺകുട്ടിയുടെ അടുത്തുണ്ടായിരുന്ന ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. ആരോ സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോയിനാവട്ടെ അതെന്റെ ഫ്രണ്ടിന്റെ മകളാണ്, അവളും എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടരുത്. നിങ്ങളുടെ കുഞ്ഞിനെ അന്ന് തന്നെ ഞാൻ അബോട്ട് ചെയ്തതാണ്. എൻ്റെ ഫ്രണ്ടിന്റെ കുഞ്ഞിനെ കാണാൻ വളരെ ഭംഗിയാണ്, കാണുമോ എന്ന് ചോദിച്ചു എന്നെ അവൾ ഫോട്ടോ കാണിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറ്റൊരു കുഞ്ഞിനെ കാണാൻ വളരെ ഭംഗിയുണ്ടെന്ന് പറയുന്നു. നിനക്കൊന്നും തീരെ മനുഷ്യപ്പറ്റയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. മകളുടെ ഫോട്ടോയിലേക്ക് നോക്കി തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടെന്നുള്ളത്. വീട്ടിലേക്ക് പോകാൻ കാറിലേക്ക് കയറിയിരുന്ന ഹീറോ ആവട്ടെ ഒരു പേരൻസ് അവരുടെ മകളോട് വളരെയധികം സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം തോന്നുന്നു. തൻ്റെ കുഞ്ഞും ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് ഈ പ്രായം ഉണ്ടായേനെ എന്ന് തന്നെ അവൻ മനസ്സിൽ വേദനയോടെ വിചാരിക്കുന്നു. അതേസമയത്തിൽ തന്നെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്തതും അവളെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതും പിന്നീട് അവരിരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. താൻ ആഗ്രഹിച്ചത് മറ്റൊരു ജീവിതമായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും ആ ഒരു ജീവിതം നയിക്കാൻ തൻ്റെ കൊണ്ട് സാധിച്ചില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതേസമയം തന്നെ അവന് അവൻ്റെ അമ്മയിൽ നിന്ന് കോൾ ലഭിക്കുന്നു. മെമ്മിയുമായി നിന്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയല്ലേ, അവളെയും കൂട്ടിക്കൊണ്ടുപോയി എൻഗേജ്മെന്റ് റിങ് വാങ്ങുന്നു പറഞ്ഞ് തന്നെ അമ്മ അവനെ നിർബന്ധിക്കുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് എന്നോടിപ്പോഴും വിവാഹത്തെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞ് തന്നെ ഹീറോ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് ഹീറോയിനാവട്ടെ അവളുടെ മകളെ കാണാൻ പോകുന്നുണ്ട്. കുഞ്ഞിന്റെ പില്ലോയുടെ അടിയിൽ പോലും ഹീറോയുടെ പിക്ചർ ആ കൊച്ചുകുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ അവനെ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അവനാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യം പറയണ്ടായിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോവുക? എങ്ങനെ തൻ്റെ മകളെ രക്ഷിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്ത് തന്നെ ഹീറോയിൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇതേസമയം ഹീറോ ആവട്ടെ ഫാമിലി ഡിന്നറിന് പോയിരിക്കുകയായിരുന്നു. മിമ്മിയും അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവളാവട്ടെ അവനുമായി ക്ലോസ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ അവളിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നുണ്ട്. അവൻ്റെ ഈ പ്രവൃത്തി അവളെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഹീറോയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹീറോയിന്റെ മെസ്സേജ് ആവട്ടെ അവന്റെ ഫോണിലെ ഡിസ്പ്ലേയിൽ കാണുന്ന മിമ്മി ആവട്ടെ ക്രൂരതയോടെ തന്നെ അവളെ വെച്ച് ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്റെ റൂമിലേക്ക് വാന്ന് പറഞ്ഞ് റൂം നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചതിയൊന്നും മനസ്സിലാക്കാത്ത ഹീറോയിനാവട്ടെ ഹീറോ ആയിരിക്കാം മെസ്സേജ് അയച്ചെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹോട്ടലിൽ എത്തുകയും പറഞ്ഞിരുന്ന റൂം നമ്പറിൽ അകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേ ഹോട്ടലിൽ തന്നെ ഹീറോയും അവന്റെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അവളിങ്ങനെ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ആ റൂമിനകത്താവട്ടെ മറ്റൊരു യുവാവിനെ അവൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ മോശക്കാരിയാക്കുക തന്നെയായിരുന്നു ആ പെൺകുട്ടിയുടെ ലക്ഷ്യം. അതേസമയം തന്നെ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തോളൂ, തനിക്ക് അർജന്റായ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം മിമ്മി ആവട്ടെ ഇപ്പോൾ നീ പൊക്കോ, തിരികെ വരുമ്പോഴത്തേക്കും നിനക്കൊരു ഗംഭീരമായ കാഴ്ച തന്നെ താൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ അവൾ ഗൂഢമായ ലക്ഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ഹീറോയിൻ നേരെ വന്ന ഹീറോയുടെ ദേഹത്തേക്ക് കൂട്ടിയിടിക്കുന്നത്. ആ മുറിയിലുണ്ടായിരുന്ന വ്യക്തിയും അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇനി അവിടെ നിന്നാൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന് വിചാരിച്ചു തന്നെ അയാളാവട്ടെ തനിക്ക് ആള് മാറിപ്പോയി, ഒരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്താ നിനക്ക് സംഭവിച്ചതെന്ന് തന്നെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ ചോദിക്കുകയും ചെയ്യുന്നു. അവൻ തനിക്ക് ഡ്രഗ്സ് തന്നു എന്ന് പറഞ്ഞ് തന്നെ ഹീറോയിൻ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോയും അവളെ കിസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയ്ക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടെന്ന് തോന്നുകയും വേണ്ട ഇത് തെറ്റാണെന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും പ്ലീസ് ഇന്ന് എൻ്റെ കൂടെ ഇൻറ്റിമേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളെ കിസ് ചെയ്യുകയും അവരിരുവരും ഒരുമിച്ചൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
പിറ്റേ ദിവസം എഴുന്നേറ്റ് ഹീറോയിന്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു. ഏതു വിധേനയും തന്റെ കുഞ്ഞിനെ എന്നെ രക്ഷിക്കാനാവുമല്ലോ എന്ന് തന്നെ അവളെ സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് അവൾക്ക് കോൾ ലഭിക്കുന്നുണ്ട്. അവിടെ ചെന്നാലും ഹീറോയുടെ അമ്മ എവിടെ ഉണ്ടായിരുന്നു. നീ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ വീണ്ടും കല്യാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? എന്നാൽ ഇനി മുതൽ ഈ ഹോസ്പിറ്റലിൽ നിന്റെ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് നൽകില്ല, മര്യാദക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നതിനെ അവർ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ തന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവരോട് തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ഓണർ തന്നെയാണ് പറഞ്ഞത് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായി എന്ന് തന്നെ ഹീറോയുടെ അമ്മ അഹങ്കാരത്തോടെ പറയുമ്പോൾ, ഹീറോയിന്റെ മകൾക്ക് ഇത്രയും നാളും ട്രീറ്റ്മെന്റ് നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ ആണെങ്കിൽ ഹീറോയിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരു പ്രത്യേകതരം ഇഷ്ടം തന്നെ ഹീറോയിനോടും അവളുടെ മകളോടും ആ ഡോക്ടർക്കുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ നിന്റെ ജോലി പോകുമെന്ന് പറഞ്ഞു തന്നെ ചീഫ് ഡോക്ടർ അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതിനപ്പുറം നിന്റെ മകൾക്ക് എവിടെ നിന്ന് നീ ചികിത്സ തേടുമെന്ന് അറിയണമെന്ന് തന്നെ ആ സ്ത്രീ ക്രൂരമായ രീതിയിൽ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ബോഡി ഗാർഡ് ആവട്ടെ ഹീറോയിന്റെ സാധനങ്ങളും അതുപോലെ തന്നെ ഹീറോയിനെയും കൊച്ചുകുട്ടിയൊക്കെ പിടിച്ച് പുറത്തേക്കാക്കുന്നുണ്ട്. ഇനി നമ്മൾ എവിടേക്ക് പോകുമെന്ന് തന്നെ കൊച്ചുകുട്ടി ചോദിക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് മോള് വിഷമിക്കേണ്ട, ഈ ഒരു ഹോസ്പിറ്റലില്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകും, മോൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുകുട്ടിയും പറയുന്നുണ്ട് അമ്മയൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ എപ്പോഴും അമ്മയോടൊപ്പം തന്നെ കാണും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് ലോലിപോപ്പ് എന്ന് പറഞ്ഞ് ഒരു ലോലിപോപ്പ് ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർ ധൃതിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോ ഇതേ സമയം തന്നെ അവളെക്കുറിച്ച് ഓർത്ത് തന്നെ കാറിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഒരു നൈറ്റ് തന്നോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ട് അവളങ്ങ് പോയി കളഞ്ഞല്ലോ എന്ന് തന്നെ അവൻ വിഷമത്തോടെ മനസ്സിൽ ധരിക്കുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു സാധനങ്ങളുമായി ഹീറോയിൻ റോഡിലൂടെ പോകുന്നത് അവൻ കാണുന്നത്. അവളെ ഫോളോ ചെയ്ത് തന്നെ അവളുടെ വീട്ടിലേക്ക് അവൻ എത്തുന്നുണ്ട്. നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് അവൻ പറയുമ്പോൾ തന്നെ അതൊന്നും വേണ്ട. പക്ഷെ അവളെ വിടാനുള്ള ഭാവമൊന്നും ഹീറോയ്ക്കില്ലായിരുന്നു. നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്ക്, കഴിഞ്ഞ രാത്രി നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ, എന്നിരുന്നാലും പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് തന്നെ അവൻ പറയുന്നു. നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? ഒരു ദിവസം നൈറ്റ് സ്പെൻഡ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇനി ഞാൻ നിന്റെ ലൈഫിലേക്ക് വരില്ല. എൻ്റെ ലൈഫിലേക്ക് വന്ന് ചുമ്മാ എന്നെ ശല്യം ചെയ്തതെന്ന് തന്നെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെ അവൾ പറയുന്നുണ്ട്. നീ എന്തെന്നെ കളിയാക്കുകയാണോ? ഇന്നലെ പിന്നെ നീ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് പണമായിരുന്നു ആവശ്യം. വീണ്ടും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നിന്റെ അമ്മ എനിക്ക് പണം തരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് തന്നെ ഒരു കൂസലുമില്ലാതെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇതൊന്നും അല്ല കാരണം, മറ്റെന്തോ ഉണ്ട്, നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയിന് അവന്റെ അമ്മയിൽ നിന്ന് കോൾ ലഭിക്കുന്നുണ്ട്. എന്റെ അമ്മ എന്തിനാണ് നിന്നെ കോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവനാവട്ടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്തിനാ അമ്മ ഇവളെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ടോ നീ എവിടെയുണ്ടോ, ഞാൻ അവളെ ചുമ്മാ വിളിച്ചതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പോൾ എന്താണ് അവളോടൊപ്പം നിൽക്കുന്നത്? അവളെ കണ്ടതുകൊണ്ടാണോ നീ ഇപ്പോൾ വിവാഹമൊന്നും വേണ്ടാന്ന് പറയുന്നതെന്ന് തന്നെ അവർ തിരക്കുന്നുണ്ട്. അതിന് മറുപടി ഒന്നും പറയാതെ തന്നെ അവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും സത്യം പറ, എന്തിനാ എൻ്റെ അമ്മ നിന്നെ വിളിച്ചതെന്ന് തന്നെ അവൻ ചോദിക്കുമ്പോൾ, ഈ വിവരത്തെക്കുറിച്ച് അങ്ങനെ തൻ്റെ മകനെ അറിഞ്ഞാൽ നിന്റെ മകൾ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് അന്ന് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീറോയിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അവരെന്തിനാ എന്നെ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ വളരെയധികം ദേഷ്യം വന്ന ഹീറോ ആവട്ടെ പണം അവളുടെ മുൻപിലേക്ക് വലിച്ചെറിയുകയും നിനക്ക് പണമല്ലേ വേണ്ടുന്നത്, ഇത് മുഴുവൻ തിന്നോ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ പ്രത്യേകിച്ചൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെ നിലത്ത് കിടക്കുന്ന പണം മുഴുവൻ ഹീറോയിൻ പറക്കിയെടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ അവൻ വിചാരിക്കുന്നുണ്ട്, നീ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ പോലും പഴയതൊക്കെ മറന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ നീ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്, നിനക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പോകുന്നത് നോക്കി ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. അവളുടെ ഈ പ്രവൃത്തിയിൽ മനംനൊന്ത ഹീറോ ആവട്ടെ ഒരു ബാറിലേക്ക് പോയി ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ അവൻ്റെ ഫ്രണ്ട് അവനരികിലേക്ക് വരുന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ അവൾ തന്നെ പറ്റിച്ചു എന്ന് പറയുന്നു. നിനക്ക് തീരെ വിവരമില്ലേ, അവള് ഒരു പ്രാവശ്യം നിന്നെ പറ്റിച്ചിട്ട് പോയതല്ലേ, വീണ്ടും അവളോട് പോയി അടുത്തിടപഴകാൻ ശ്രമിച്ചെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നും അറിയില്ല എന്നും പറഞ്ഞ് എന്നെ ഹീറോ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അതൊക്കെ മറന്നേക്ക്, നീ കുറച്ച് ശാന്തമായിരിക്കുമെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നെ കൊണ്ട് അവളെ ഇനി വിട്ടുകളയാൻ സാധിക്കില്ല. അവൾ എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും അവൾ കഷ്ടപ്പെടുന്നത് കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗവനിക്കാതിരിക്കാനും തന്നെ കൊണ്ട് സാധിക്കില്ല. അവളെ കണ്ടതിന് ശേഷമാണ് തനിക്ക് ഈ മാറ്റങ്ങളൊക്കെ വീണ്ടും അനുഭവപ്പെട്ട് തുടങ്ങിയെന്ന് തന്നെ അവൻ പറയുന്നു. അന്ന് നൈറ്റ് ഹീറോയിൻ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തുപോയി ഹീറോ നിൽക്കുകയും അവൾ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം കൊച്ചു പെൺകുട്ടിയാവട്ടെ കടയിൽ നിന്നൊരു ലോലിപോപ്പ് എടുക്കുന്നുണ്ട്. കടയുടമയാവട്ടെ പണം വാങ്ങാൻ വരുമ്പോൾ അവളുടെ കയ്യിലെ പേഴ്സിൽ ഒരുപാട് പണം ഇരിക്കുന്നതായി ശ്രദ്ധിക്കുന്നു. എവിടെ നിന്നാണ് ഇത്രയും പണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്റെ അച്ഛൻ തന്നെയാണെന്ന് അവൾ പറയുന്നുണ്ട്. കള്ളം പറയുന്നു, ഈ പണം മോഷ്ടിച്ചല്ലേ എന്ന് ചോദിച്ചു തന്നെ അയാൾ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതേസമയം ഹീറോ ഇവിടെ എത്തുകയും കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് കടക്കാരനെ വഴക്കുറയുകയും ചെയ്യുന്നുണ്ട്. അതല്ല, ഈ കുട്ടിക്ക് അച്ഛനില്ല എന്നുള്ള വിവരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ ഹീറോ ആവട്ടെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ അയാളുടെ കയ്യിൽ നിന്നുള്ള പണവും വാങ്ങിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അച്ഛന് സുഖമാണോ? അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നല്ലപോലെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. എൻ്റെ നമ്പർ കയ്യിലില്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും വിളിക്കായിരുന്നു എന്ന് തന്നെ ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ നമ്പർ തരാമെന്ന് ഹീറോയും പറയുന്നുണ്ട്. താനൊരു ട്രീറ്റ്മെൻറ്റിലാണെന്നും ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും താൻ ഹെൽത്തി ആവുമെന്നും കൊച്ചുകുട്ടി പറയുന്നുണ്ട്.
മോൾക്കൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല, അച്ഛൻ എപ്പോഴും മോളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് അവൻ്റെ ഫോൺ കൊടുത്തിട്ട് കൊച്ചുകുട്ടിയുടെ നമ്പർ ഡയൽ ചെയ്ത് തരാനും ആവശ്യപ്പെടുന്നു. അതിനുശേഷം കൊച്ചുകുട്ടി അവിടെ നിന്ന് പോകാനും തുടങ്ങുന്നുണ്ട്. ഹീറോ അവിടെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ കൊച്ചുകുട്ടിയെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു. പിന്നീട് കമ്പനിയിൽ നിന്ന് അത്യാവശ്യമായി കോള് വരുന്നത് കൊണ്ട് തന്നെ ഹീറോ മടങ്ങി കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഫീവർ ആയതുകൊണ്ട് തന്നെ മിമ്മി ചികിത്സയ്ക്കായി വരുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു ഹീറോയിൻ അവളുടെ മകളുമായി ഹോസ്പിറ്റലിലെത്തിയത്. ഹീറോയിനെ കണ്ടത് മിമ്മി ആവട്ടെ വീണ്ടും അവളെ അടിക്കാനായി ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആ കൈ തടുക്കുന്നു. പിന്നീട് ഹീറോയിനെ കുറിച്ച് മിമ്മി ആവട്ടെ വളരെ മോശകരമായി സംസാരിക്കുന്നുണ്ട്. കുഞ്ഞത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവളുടെ കാതുകൾ ഹീറോയിൻ പൊത്തിപ്പിടിക്കുന്നുണ്ട്. കൊച്ചുകുട്ടി നിൽക്കുന്നത് പോലും മറന്ന് വളരെ മോശമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ ആർഗ്യുമെന്റ് വളരെ രൂക്ഷമായി തന്നെ പോവുകയും അവരിരുവരും അടിയുണ്ടാക്കാനും തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ കുഞ്ഞ് മയങ്ങി നിലത്തേക്ക് വീഴുന്നു. പരിഭ്രാന്തയായ ഹീറോയിനാവട്ടെ കുഞ്ഞിനെ ഡോക്ടറിന്റെ മുറിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ലഭിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ മിമ്മിയും അവളുടെ ഫ്രണ്ട്സും ആവട്ടെ ഹീറോയിനെ പിന്തുടരുന്നു. കുഞ്ഞിന്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നും പെട്ടെന്ന് തന്നെ ഒരു സർജറി നടത്തിയ മതിയാവുമെന്നും ഡോക്ടർ അറിയിക്കുന്നുണ്ട്. എന്നാൽ ട്രീറ്റ്മെന്റ് മുടക്കാനായി മിമ്മി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയൊന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് തന്നെ ഹീറോയിൻ അവരോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ കുഞ്ഞിന് ഹീറോയുടെ കോൾ ലഭിക്കുന്നുണ്ട്. കുഞ്ഞാവട്ടെ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് എന്ന് വിക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവൻ എന്തിനാ കോൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മിമ്മി ആവട്ടെ ആ വാച്ച് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ലഭിക്കാൻ പാടില്ല, ഇത് ഇവിടെ തന്നെ കിടന്ന് ചാവണമെന്ന് മിമ്മി പറയുമ്പോൾ തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളുടെ മുടിക്കൊത്തിനെ ഹീറോയിൻ പിടിക്കുന്നുണ്ട്. തുടർന്ന് ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് ആവട്ടെ ഹീറോയിനെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ കുഞ്ഞിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയും കണ്ടീഷൻ വളരെ മോശമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ICUലേക്ക് എത്തിച്ച് സർജറി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ അറിയിക്കുന്നു. അതേസമയം തന്നെ ഹീറോ ഇവിടെ വരികയും നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് മിമ്മി സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ഹീറോ അവളെ തള്ളി മാറ്റിയിട്ട് തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ തന്നെ കുഞ്ഞിനാവശ്യമായ ട്രീറ്റ്മെന്റ് നൽകണമെന്ന് തന്നെ ഡോക്ടറോട് ആവശ്യപ്പെടുകയും തുടർന്ന് അപ്പോഴാണ് ഹീറോയിനെ അവൻ കാണുകയും ചെയ്യുന്നത്. ഇതൊക്കെ എന്താണെന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗവനിക്കാത്ത മട്ടിൽ തന്നെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മിമ്മിയുടെ കരണത്തടിച്ചിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഹീറോയും അവളുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ ഹീറോയുടെ കാൽക്കൽ പിടിച്ചിട്ട് അവൾ എന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ തല്ലിയിട്ട് പോയത്, എന്നിട്ട് നിങ്ങൾ അവളെ ഒന്നും ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ ട്രീറ്റ്മെന്റ് മുടക്കിയതിനുള്ള ശിക്ഷ ഞാൻ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും നിനക്ക് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ ഹീറോയും അവിടെ നിന്ന് പോകുന്നു. കുഞ്ഞിന്റെ സർജറി ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. ഡോക്ടർ അവിടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമ്പോഴായിരുന്നു ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇനിയെങ്കിലും സത്യം പറ, അത് ആരുടെ കുട്ടിയാണ്? അത് എന്റെ കുട്ടിയാണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് തന്നെ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവൾ നമ്മളിരുവരുടെ മകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, നിങ്ങളെ ഞാൻ വേർപിരിഞ്ഞതിന് ശേഷം മറ്റൊരാളെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ അവൾ കള്ളം പറയുന്നു. ഇല്ല, നീ കള്ളം പറയുകയാണ്, ഇനിയെങ്കിലും സത്യം പറയാമെന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്നു നിന്നിട്ട് സ്വീറ്റി ഞങ്ങളുടെ മകളാണെന്ന് പറയുന്നുണ്ട്. ഇത് ഹീറോയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശല്യമായി കടന്നു വരരുതെന്നും ഹീറോ എടുത്ത ഡോക്ടർ പറയുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന മട്ടിൽ തന്നെ ഹീറോയിനും തലയാട്ടുന്നുണ്ട്. ഹീറോ വളരെ വിഷമിച്ചെന്നെ തന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് നീ വളരെ ഹാപ്പിയായി ജീവിക്കുകയാണല്ലോ, അങ്ങനെ തന്നെ ജീവിച്ചോളൂ. എന്നെ വിട്ടിട്ട് പോയ അടുത്ത സെക്കൻഡിൽ തന്നെ നീ ഇയാളുമായി റിലേഷൻഷിപ്പിലായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ സർജറി കഴിഞ്ഞ് അവളുടെ സ്ഥിതി കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരികയും തുടർന്ന് ഹീറോയിനും അതുപോലെ ഡോക്ടറും കുഞ്ഞിൻ്റെയോടൊപ്പം പോകുന്നുണ്ട്. ഇതൊക്കെ ഹീറോയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് കുഞ്ഞിനെ നന്നായി തന്നെ കെയർ ചെയ്യണമെന്ന് ഹീറോ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. അന്നൊരു ദിവസം ഹീറോയിന്റെ ഫോണിൽ അവന്റെ അമ്മ വിളിച്ചിരുന്നല്ലോ, അവൾ തന്നെ ഉപേക്ഷിച്ച് പോയതിന് തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള സംശയം അവന് തോന്നി തുടങ്ങി. ഹീറോയുടെ അടുത്തുനിന്ന് തന്നെ രക്ഷന് വളരെ നന്ദിയുണ്ടെന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ ഡോക്ടർ ആവട്ടെ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും അവൾക്കും കുഞ്ഞിനും ബെറ്റർ ലൈഫ് തന്നെ തരാമെന്നും ഉറപ്പ് നൽകുന്നുണ്ട്. തന്റെ കുഞ്ഞിന്റെ ചികിത്സയെ പറ്റി മാത്രമേ താൻ ചിന്തിക്കുന്നുള്ളൂ എന്നും മറ്റൊരു കാര്യവും ഇപ്പോൾ താൻ ആലോചിക്കുന്നില്ല എന്നും ഹീറോയിൻ പറയുന്നുണ്ട്. എന്നാൽ താൻ വെയിറ്റ് ചെയ്തോളാമെന്ന് തന്നെ ഡോക്ടറും വ്യക്തമാക്കുന്നു. കുഞ്ഞിന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഹീറോ അവന്റെ ഫ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുമായിട്ട് അവന്റെ ഫ്രണ്ട് ആവട്ടെ വീട്ടിലേക്കാണ് വന്നത്. ഹീറോ ആ സമയം വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ആശ്രയ ആവട്ടെ തന്ത്രപൂർവ്വം തന്നെ ആ റിപ്പോർട്ടുകളൊക്കെ വാങ്ങി താൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ആ റിപ്പോർട്ടുകളൊക്കെ മാറ്റി മറ്റൊരു റിപ്പോർട്ടുകൾ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്രണ്ടിനെ വീണ്ടും വീട്ടിൽ ആ റിപ്പോർട്ട് വെക്കേണ്ട ഓഫീസിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് ഹീറോ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ട് ആവട്ടെ അമ്മയുടെ പക്കലുണ്ടായിരുന്ന തെറ്റായ റിപ്പോർട്ടുകൾ വാങ്ങി തന്നെ ഹീറോയുടെ പക്കൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഹീറോയുടെ അല്ലായിരുന്നു. ഇത് പോസിബിൾ ആണോ എന്ന് ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതിനു മുമ്പ് ഫ്രണ്ട് ആ റിപ്പോർട്ട് തുറന്നു നോക്കാത്തത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് പോസിബിൾ ആയിക്കൂടാ, ആ കൊച്ചുകുട്ടി നിന്റെ മകളല്ല, അത്രയേ ഉള്ളൂ, വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ആലോചിച്ച് ടൈം കളയണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇതിലെന്തോ തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ മകളെ കാണാൻ പോകുമെന്ന് പറഞ്ഞു തന്നെ ഹീറോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ ഹീറോ ആവട്ടെ ഹീറോയിൻ ബോധരഹിതയായി നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഡോക്ടർ വന്നവളെ ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് ഫീവർ ഹൈ ആയതാണെന്ന് അറിയിക്കുന്നുണ്ട്.
അമ്മയ്ക്ക് ഇത് എന്താണ് പറ്റിയത്, എനിക്ക് പേടിയാവുന്നു എന്ന് തന്നെ കൊച്ചുകുട്ടി പറഞ്ഞപ്പോൾ മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അച്ഛൻ അടുത്തില്ലേ എന്ന് പറഞ്ഞ് ഹീറോ ആ കൊച്ചുകുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ, അപ്പോൾ മോളുടെ ഇപ്പോഴത്തെ അച്ഛനെ ഇഷ്ടമാണോന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഏതച്ഛൻ, എൻ്റെ അമ്മ എപ്പോഴും തനിച്ചാണല്ലോ ഉള്ളതെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. തനിച്ചാണെന്നോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഹീറോ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഒരു മുടി DNA ടെസ്റ്റ് ചെയ്യാനായി കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത് വരെ ഹീറോ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെയായിരുന്നു അവന്റെ അമ്മ വിളിച്ചിട്ട് അവനെ കല്യാണത്തിനായി നിർബന്ധിച്ചത്. അതേസമയം തന്നെ DNA ടെസ്റ്റിന്റെ റിസൾട്ടുമായി ഡോക്ടർ അവന്റെ അടുത്ത് എത്തുന്നുണ്ട്. അതിൽ നിന്ന് ഹീറോയ്ക്കെല്ലാം വ്യക്തമാവുന്നുണ്ട് തന്റെ മകൾ തന്നെയാണ് സ്വീറ്റി എന്നും ഹീറോയിൻ ഇത്രയും നാളും കള്ളം പറഞ്ഞതാണെന്നും. പിന്നീട് ഓഫീസിലേക്ക് വന്ന ഹീറോ ആവട്ടെ അസിസ്റ്റന്റിനോട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. റിപ്പോർട്ട് വീണ്ടും എടുത്തു നോക്കി അതിയായ സന്തോഷത്തോടെ അവൻ ചിരിക്കുന്നുണ്ട്. സ്വീറ്റി തന്റെ മകളാണെന്നും തനിക്ക് സുന്ദരിയായ ഒരു മകളുണ്ടെന്നും പറഞ്ഞ് അവൻ വളരെയധികം സന്തോഷത്തോടെ മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ അവന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് താനൊരു അച്ഛനായി എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. നീ എന്തൊക്കെ ഭ്രാന്തടായി പറയുന്നതിനെ ഫ്രണ്ട് തിരിച്ചു ചോദിക്കുമ്പോൾ സ്വീറ്റി തന്റെ മകളാണെന്നും താൻ DNA ടെസ്റ്റ് നടത്തിയെന്നും അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോഴാ ഡോക്ടർ ഒന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കള്ളമായിരുന്നു, ഞാൻ കുഞ്ഞിനോട് ചോദിച്ചതാണ്. നിലവിൽ ഹീറോയിൻ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ അവൻ സന്തോഷത്തോടെ പറയുകയും ചെയ്യുന്നു. പിന്നെന്തിനായിരിക്കാം അവൾ തന്നെ ഉപേക്ഷിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ടുപിടിക്കണമെന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. പിന്നീട് ഹീറോയിനാവട്ടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ കോള് വരുന്നുണ്ട്. അവൾ ധൃതിയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ബോഡി ഗാർഡ്സ് അവിടെ നിൽക്കുന്നത് കാണുന്നു. ഹീറോ ആയിരുന്നു ബോഡി ഗാർഡ്സുമായി അവിടെ ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ വെച്ച് വിരട്ടിയാൽ അവൾ തീർച്ചയായും സത്യങ്ങൾ പറയുമെന്ന് അവൻ കരുതി. എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ട് നീ മാത്രം അങ്ങനെ സന്തോഷമായിട്ടിരുന്നാൽ എങ്ങനെ, ഈ കുഞ്ഞൊരിക്കലും ഇനി നിന്റെ കൺമുന്നിൽ കാണില്ല. ഇപ്പോൾ തന്നെ ഇവളുടെ കൺവെട്ടത്ത് പോലും കുഞ്ഞിനെ ഉണ്ടാവരെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാനായി ബോഡി ഗാർഡ്സിനോട് അവൻ പറയുന്നു. ദയവ് ചെയ്ത് എവിടേക്കും തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്, അത് നിന്റെ കുഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അലറി വിളിക്കുന്നുണ്ട്. നീ സത്യം തന്നെയാണോ ഈ പറയുന്നത്? സത്യം തന്നെയാണ്, അത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്, നമ്മൾ ഇരുവരുടെയും കുഞ്ഞ് തന്നെയാണ്. ഞാനന്ന് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിരുന്നില്ല. പിന്നെന്തിനാണ് ഇത്രയും നാൾ നീ സത്യങ്ങൾ മറച്ചത്? അതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കാനും സാധിക്കില്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കാം, പക്ഷേ എന്നെ കുഞ്ഞിൽ നിന്ന് പിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോയിൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം നിന്റെ വായിൽ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പ്ലാൻ ചെയ്തത്. അതുമാത്രമല്ല അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താനൊരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടെന്നും അവൾ പറയുന്നുണ്ട്. ഇതേസമയം തന്നെ കുഞ്ഞ് മറിഞ്ഞു നിന്ന് അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് നേരെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛാ ഞാൻ നന്നായി ആക്ട് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ മോള് നന്നായി തന്നെ ആക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നാടകമായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അച്ഛനെ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത്, അതുപോലെ ഞാൻ ആക്ട് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നിനക്ക് സമാധാനമായോ? ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് നിനക്ക് പിരിക്കണോ? പ്ലീസ് അമ്മ, നിങ്ങളിരുവരും എപ്പോഴും ഒരുമിച്ചിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയാവട്ടെ അവരിരുവരുടെയും കൈകൾ പിടിച്ച് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. തൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഹീറോ ആവട്ടെ ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഹീറോയുടെ അടുത്തേക്ക് അവൻ്റെ അമ്മ വന്നിട്ട് നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഏത് കുഞ്ഞ്? അവളുടെ കുഞ്ഞിനെ അവൾ അബോർട്ട് ചെയ്തെന്നല്ലേ എന്ന് പറഞ്ഞത്. ജയിലിൽ വരെ കിടന്നവൾ അവൾ എന്തും പറയുമെന്ന് തന്നെ ഹീറോയുടെ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ജയിലിൽ കിടന്നെന്നോ? ഈ ഒരു വാർത്ത അവനെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ തുടർന്ന് ഹീറോയിനെ കാണാൻ പോവുകയും കണ്ട മാത്രത്തിൽ തന്നെ അവളെ കിസ് ചെയ്യാനും തുടങ്ങുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടുന്നതെന്ന് തന്നെ അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ആവട്ടെ അവളെ ഹഗ് ചെയ്തിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നീ സത്യം പറ, എന്തിനാ നീ എന്നെ ഉപേക്ഷിച്ച് പോയത്? നീ വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫാണോ എന്നെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം നയിച്ചിരുന്നത്? ഇതിൻ്റെയൊക്കെ സത്യം എന്തായാലും മറന്നേക്ക് പുറത്തു വരും. തീർച്ചയായും ഞാനിതൊക്കെ കണ്ടുപിടിക്കും. പക്ഷേ ഡയറക്റ്റായി അവൻ അവളോട് യാതൊന്നും ചോദിച്ചില്ല. അവിടെ നിന്ന് സൈലൻ്റായി പോവുകയും ചെയ്തു. ഹീറോയിനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അവളും വളരെ അപ്സെറ്റായി തന്നെ അവിടെ നിൽക്കുന്നു. പിന്നീട് ഹീറോയിൻ അവളുടെ സാധനങ്ങളൊക്കെ വിൽക്കാനായി നിന്നപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തി അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വേറെ വഴിയില്ലാതെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് അവൾ പോവുകയും ചെയ്യുന്നു. പിന്നീട് ഒരു റെസ്റ്റോറൻറ്റിൽ ആളെ എടുക്കുന്നു എന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടു തന്നെ ഹീറോയിൻ അവിടെ ജോലിക്ക് വന്നു വിചാരിക്കുന്നു. പക്ഷേ അവിടുത്തെ മാനേജർ ആവട്ടെ ഹീറോയിനോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവളാവട്ടെ അയാളെ പൊതിരെ തല്ലിയതിനു ശേഷം അവൾ ജോലി ചെയ്തതിന്റെ പണം മാത്രം എടുത്തുകൊണ്ട് അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോയിന് ഒരു ജോലിയും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ സ്വീറ്റിയെ കാണുന്നില്ല. ഹീറോയിൻ പരിഭ്രാന്തിയോടെ തന്നെ ഹീറോ ആയിരിക്കാം കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയുടെ ഓഫീസിലേക്ക് പോകുന്നു. എന്നാൽ ഹീറോ ആവട്ടെ ഇതേ സമയം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരാൻ റെഡിയാവുകയായിരുന്നു. ഹീറോയിൻ ഓഫീസിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അവൻ വളരെ ബിസിയാണെന്ന മട്ടിൽ തന്നെ ഫയലുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. തന്റെ കുഞ്ഞ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതിനെ കുഞ്ഞ് തന്റെ അടുത്തില്ലല്ലോ എന്ന് ഹീറോ പറയുമ്പോൾ തന്നെ ഞാൻ നിന്നോട് കെഞ്ചി ചോദിക്കുകയാണ്, തന്റെ മകളെ തനിക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചേക്കൂ. ഒരു ശാന്തമായ ലൈഫ് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആർക്കും ഒരു ശല്യമാവില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടൊന്നുമില്ല എന്ന് ഹീറോ പറയുമ്പോൾ തന്നെ അവൾക്ക് മകളിൽ നിന്ന് കോള് ലഭിക്കുന്നുണ്ട്. അമ്മ ഇവിടെ വന്നായിരുന്നോ? ഞാനിപ്പോൾ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോഴാണ് നേഴ്സ് പറഞ്ഞത് അമ്മ ഇവിടെ നിന്ന് പോയി എന്ന്. സോറി, തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു തന്നെ അവൾ ധൃതിയിൽ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്ന് നിൽക്ക്, ഒരു കാര്യം മാത്രം നിന്നോട് ചോദിക്കട്ടെ, നീ എന്നെ ഉപേക്ഷിച്ച് പോയി 5 വർഷങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണോ നീ ജീവിച്ചത്?
അതേസമയം തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പ് കടന്ന ഒരു സന്ദർഭത്തിലേക്ക് അവളുടെ ചിന്തകൾ പായുന്നുണ്ട്. ഹീറോയുടെ അമ്മയിൽ നിന്ന് 2 മില്യൺ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ ഹീറോയിനെതിരെ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം അവൾ ജയിലിലായിരുന്നു. അതിനെപ്പറ്റിയൊന്നും അവനോട് പറയാതെ തന്നെ അവിടെ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഹീറോയിൻ പോയതിനു ശേഷം അവനവിടെ കുറച്ച് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അവളെ മറക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ ഈ ടാബ്ലറ്റ് അവൻ കഴിച്ചു തുടങ്ങിയത്. എന്നാൽ പിന്നീട് അവൻ അതിന് അഡിക്റ്റായി മാറുകയും കുറച്ച് നാളുകൾക്ക് ഇപ്പുറം അവളെ കണ്ടുമുട്ടിയതിനു ശേഷം പിന്നീട് അത് യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ വീണ്ടും താൻ ആ അവസ്ഥയിലേക്ക് എത്തുകയാണല്ലോ എന്ന് തന്നെ ഹീറോ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് 5 വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ ഹീറോയിന്റെ ലൈഫിൽ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അസിസ്റ്റന്റിനോട് അന്വേഷിച്ചു വരാനായി ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോയ ഹീറോയിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായിരുന്നു ഫലം. ഈ മന്തെങ്കിലും പ്രഗ്നന്റ് ആയില്ല എന്നുണ്ടെങ്കിൽ തന്റെ കുഞ്ഞിനെ ഒരു കാരണവശാലും തനിക്ക് രക്ഷിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് തന്നെ അവൾ വേദനയുടെ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം തന്നെ സ്വീറ്റ് ഹീറോയെ വിളിച്ചിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ഹീറോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയതാണെങ്കിലും ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് അസിസ്റ്റന്റ് വന്നറിയിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ഹീറോ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. ഹോസ്പിറ്റലിൽ അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. സ്വീറ്റി അവിടെ അവരോടൊപ്പം ഇരുന്ന് കളിക്കുകയായിരുന്നു. അതിലൊരു കുട്ടി അവളോട് പറയുന്നുണ്ട്, നിനക്ക് അച്ഛനില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് അച്ഛനുണ്ടെന്ന് പറഞ്ഞ് തന്നെ അവളാവട്ടെ പ്രതികരിക്കുന്നു. ഹീറോയെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള പേരൻസും അവളെ കളിയാക്കുന്നുണ്ട്. ഇതാണ് തന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഹീറോയുടെ ഫോട്ടോ എടുത്ത് അവൾ കാണിക്കുന്നുണ്ട്. നീ എന്താ കളിയാക്കുകയാണോ? മിസ്റ്റർ ഫേ എത്ര പണക്കാരനാണെന്ന് അറിയാമോ? അയാളുടെ മകളാണോ നീ? കൊച്ചുകുട്ടികൾ ഇത്ര ഓവറായി കള്ളം പറയുമെന്ന് ചോദിച്ചു തന്നെ അയാൾ പരിഹസിക്കുന്നുണ്ട്. എന്തിനാ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയാവട്ടെ കരഞ്ഞുകൊണ്ട് ഹീറോയുടെ ഫോട്ടോയുമായി നടന്നു പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോ ഇവിടേക്ക് വരുന്നുണ്ട്. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവൾ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്റെ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ വന്നേന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുകുട്ടി വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ നേരത്തെ സ്വീറ്റിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ വന്നിട്ട്, നിങ്ങളല്ലേ മിസ്റ്റർ പേ? ഈ മോളുടെ അച്ഛനാണ് നിങ്ങളെന്നുള്ള വിവരം ഞങ്ങൾക്കറിയില്ലായിരുന്നു, ക്ഷമിക്കണമെന്ന് തന്നെ പറയുന്നു. എന്നാൽ ഹീറോ ഒന്നും ഗവനിക്കാതെ തന്നെ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. എനിക്ക് അച്ഛനില്ല നീ കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അച്ഛനെ വിളിച്ചു, അത്രേ ഉള്ളൂ എന്ന് തന്നെ ലാഘവത്തോടെ കൊച്ചുകുട്ടി പറയുന്നു. ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല, നിന്റെ അച്ഛനും അമ്മയും പരസ്പരം കിസ് ചെയ്യട്ടെ, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറയുന്നുണ്ട്. ഹീറോയിനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നു. ഹീറോയിൻ അങ്ങ് വല്ലാതായി പോകുന്നുണ്ട്. എനിക്കും വേണോ അച്ഛ എന്ന് പറയുമ്പോൾ തന്നെ ഇരുവരും ചേർന്ന് തന്നെ കൊച്ചുകുട്ടിയെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരൊരു ഫാമിലിയായി തന്നെ മാറുന്നു. കൊച്ചുകുട്ടി അവരുമായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തനിക്ക് ഇങ്ങനെ ഒരു ഫാമിലിയായി ഇരിക്കുന്നത് തന്നെയാണ് ഇഷ്ടമെന്ന് പറയുകയും ഹീറോയ്ക്ക് അതിൽ വല്ലാത്ത സന്തോഷം അനുഭവപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം തന്നെ മെഡിസിൻ വാങ്ങാനായി ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വളരെയധികം വിഷമത്തോടെ ഹീറോ എടുത്ത് കൊച്ചുകുട്ടി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, അച്ഛനില്ലാത്തവളാണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെയും പരിഹസിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്, എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുവെച്ച് ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് ഇനിയും പോകല്ലേ എന്ന് പറയുമ്പോൾ തന്നെ മോളൊന്നുകൊണ്ടും ടെൻഷനാവട്ടെ, ഇനി നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടി അവനെ ആശ്വസിപ്പിക്കുന്നു. ഹീറോയിനാവട്ടെ അവരുടെ സംഭാഷണം മുഴുവൻ കേട്ടിരുന്നു. ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇതൊക്കെ കേട്ടിട്ട് തന്നെ അവളും വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നു. കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ അവൾ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മോള് റൂമിലേക്ക് പോക്കോ, ഞങ്ങൾ ഇരുവരും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു തന്നെ സ്വീറ്റേ ഹീറോ പറഞ്ഞ് റൂമിലേക്ക് വിടുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന്റെ ഷൂവിന്റെ ലൈസ് അഴിഞ്ഞിടക്കുകയാണെന്ന് ശ്രദ്ധിച്ച ഹീറോ ആവട്ടെ നിലത്തേക്ക് ഇരുന്ന് തന്നെ അത് ടൈ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തിനാ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിന്ന് തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിനക്കൊരു കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം വാന്ന് തന്നെ ഹീറോ പറയുന്നു. കൊച്ചുകുട്ടിയാവട്ടെ പ്ലീസ് അമ്മ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. വലിയവർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുത് മോളെ എന്ന് തന്നെ ഹീറോയിൻ മകളെ താക്കീത് ചെയ്യുന്നുണ്ട്. ഒരടവന്ന രീതിയിൽ തന്നെ തനിക്ക് തലവേദനിക്കുന്നു എന്ന് സ്വീറ്റി പറയുന്നുണ്ട്. തുടർന്ന് ഇരുവരും നിലത്തേക്ക് ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് പ്ലീസ് അമ്മ നിങ്ങൾ ഇരുവരും വിവാഹം കഴിക്കൂ, എനിക്ക് വേണ്ടെങ്കിലും വിവാഹം കഴിക്കൂ എന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ ഹീറോയിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോയിനും സൈലന്റ് ആയി നിൽക്കുന്നു. അന്ന് രാത്രിയിലാവട്ടെ ഹീറോ അവന്റെ ഫ്രണ്ടുമായി ചേർന്ന് മദ്യപിക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്, എന്താ നിന്റെ പ്രശ്നമെന്ന് തന്നെ ഫ്രണ്ട് ചോദിക്കുന്നു. അവളോട് എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ അതിനവൾക്ക് പറ്റില്ല, പക്ഷെ അവൾക്ക് കുഞ്ഞിനെ വേണം. ഇനി ഞാൻ തീർത്തങ്ങ് പറയും, വിവാഹം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിനായി താൻ ഓക്കെ പറയുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഹീറോയിനാവട്ടെ ഹോസ്പിറ്റൽ റൂമിന്റെ അവസ്ഥ കണ്ട് വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അതൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു മുറിയായിട്ട് തന്നെ ഹീറോ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഹോസ്പിറ്റൽ റൂം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, മോൾക്ക് ഇങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞു, അതുപോലെ ചെയ്തെയാണെന്ന് ഹീറോ വ്യക്തമാക്കുന്നു. ഇതാ നീയും ഈ ഡ്രസ്സ് ധരിക്കും, മോൾക്ക് ഇതാ ഇഷ്ടമെന്ന് പറഞ്ഞു തന്നെ ഒരു ടീഷർട്ട് ഹീറോ ആട്ടെ അവൾക്ക് കൈമാറുന്നുണ്ട്. ഇതൊന്നും ധരിക്കാൻ പറ്റില്ല, ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ എന്ന് പറയുമ്പോൾ മോളൊരു ആഗ്രഹം പറഞ്ഞല്ലേ അതങ്ങ് സാധിച്ചു കൊടുക്കുന്ന തന്നെ ഹീറോ പറയുന്നു. തുടർന്ന് ഹീറോയിനും ആ ടീഷർട്ടൊക്കെ ധരിച്ച് മൂവരും ഹാപ്പിയായി തന്നെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഡോക്ടർ ഹീറോയിനെ കാണാനായി വരുന്നുണ്ട്. സാവോ എന്നാണ് ഡോക്ടറുടെ പേര്. ഞാനിപ്പോഴും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നീ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സോറി എനിക്ക് ഇപ്പോഴും ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല, എപ്പോഴെങ്കിലും മാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ കാര്യം ആലോചിക്കണമെന്ന് തന്നെ അവൻ പറയുമ്പോൾ ഹീറോയിൻ ശരിയെന്ന മട്ടിൽ തന്നെ തലയിടുന്നു. അതേസമയം തന്നെ ഹീറോ അവിടെ എത്തുന്നുണ്ട്. തൻ്റെ വൈഫിനോട് ഇങ്ങനെയൊക്കെ പറയാൻ ഇവനങ്ങനെ ധൈര്യം ഉണ്ടായി. ഇത്രയും നാളും എൻ്റെ വൈഫിനെയും മകളെ സംരക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, ഇനി ഞാൻ തന്നെ അവളെ നോക്കിക്കോളാന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ഹീറോ അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്, എന്നെ ഇപ്പോൾ എങ്ങോട്ടാ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഹീറോയിനെ സിവിൽ ബ്യൂറോയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാനായി.
നിങ്ങളെന്താ തമാശ കളിക്കുകയാണോ? എന്നെ എന്തിനാ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ മാരേജ് രജിസ്റ്റർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു കുഞ്ഞിനെ തരാൻ ഞാൻ തയ്യാറാണ്, അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ അവൻ തറപ്പിച്ച് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവള് പ്രതിസന്ധിയിലാവുന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, വിവാഹത്തിന് ശേഷം ഡിവോഴ്സ് ചെയ്യാലോ എന്ന് തന്നെ കരുതി വിവാഹത്തിന് സമ്മതം അറിയിക്കുന്നു. അങ്ങനെ ഇരുവരും നിയമപ്രകാരമായിട്ടുള്ള ദമ്പതികളാവുന്നു. തുടർന്ന് ഹീറോ അവിടെ അവളുടെ കൈവിരലിലേക്ക് വെഡിങ് റിംഗും ധരിപ്പിക്കുന്നുണ്ട്. ഇനി നീയാണ് എന്റെ വൈഫ് എന്ന് പറഞ്ഞ് ഹീറോ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്റെ വീട്ടിലേക്ക് എത്താനായും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. നിന്റെ വീട്ടിലോ എന്ന് അവള് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോയുടെ വീട്ടിലേക്ക് അവളെ എത്തുന്നു. മീഡാവട്ടെ അവന്റെ മുറിയിലേക്ക് അവളെ കൊണ്ടുവിട്ടതിന് ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഹീറോ അവട്ടെ വിളിച്ചിട്ട് ഞാൻ വരുന്നത് വരെ മുറിയിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അവളാവട്ടെ വാർഡ്രോബ് തുറന്ന് അതിലുള്ള ഡ്രസ്സുകളൊക്കെ പരതി നോക്കുന്നു. അവന്റെ ഓരോ വസ്ത്രങ്ങളും കണ്ടപ്പോൾ ആദ്യമേ അവളെ പ്രപ്പോസ് ചെയ്തതും ആദ്യമേ അവൾക്ക് റിംഗ് ധരിപ്പിച്ചതും ഒക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവരിരുവരും ഒരുമിച്ചുള്ള സന്തോഷകരമായ മൊമെന്റ്സ് ഒക്കെ ഓർത്തെടുത്തപ്പോൾ ഹീറോയിന് സന്തോഷം അനുഭവപ്പെട്ടു. പിന്നീട് അവളുടെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് തന്നെ ഡ്രോയറിൽ അവളുടെ സ്കൂൾ ടൈമിലെ ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതിൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് ഹീറോ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളും ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു, ഇനിയൊരിക്കലും നിനക്കെന്നെ മിസ് ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെ തിരിച്ചതിൽ എഴുതുന്നുണ്ട്. അവൾ കൊണ്ടുവന്നതിൽ ഒരു ഫ്ലവർ പോട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ജീവിതം ഇനി വളരെ ക്യൂട്ടായും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പോവുകയാണെന്ന് തന്നെ ഹീറോ ഫ്ലവർ പോട്ടിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ക്യാപ്ഷനും കൊടുക്കുന്നുണ്ട്. റൂമിലേക്ക് വന്നപ്പോഴവിടെ ഹീറോ ഇതിനോടകം തന്നെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഹലോ മേഡം, എന്തെടുക്കുകയെന്ന് തന്നെ അവൻ അവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ ഫുഡ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് ഫുഡ് വേണമെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്ത് ക്ലോസ് ആയി പോകുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞ് അവൾ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിനക്ക് കുഞ്ഞിനെ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവളാവട്ടെ അവനെ എതിർത്തതുമില്ല. അന്നൊരു ദിവസം അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോഴേ എഴുന്നേക്കണ്ടെന്ന് പറഞ്ഞ് പോകാതിരിക്കാനായി അവനവളെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ടൈം ഒരുപാടായെന്ന് പറയുന്നുണ്ടെങ്കിലും തനിക്ക് ഒരുപാട് ടൈം ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അവളെ അവൻ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോഴാണ് ഹീറോയിന്റെ മനസ്സ് വളരെ ശാന്തമായതും അങ്ങനെ തന്നെ അവരുടെ ലൈഫ് വളരെ നന്നായി മുന്നോട്ട് പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഹീറോ അവിടെ ഒരു കാർഡ് എടുത്ത് ഹീറോയിന്റെ കൊടുത്തിട്ട് നിനക്കൊരു ജോലി ഞാൻ തരപ്പെടുത്തിയിട്ടുണ്ട്, പഠിത്തം പകുതി വെച്ച് നിർത്തിപ്പോയെന്നും പറഞ്ഞ് നീ നല്ല ടാലന്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാന്ന് തന്നെ അവൻ പറയുന്നു. അങ്ങനെ ഹീറോയിൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഒരു സ്റ്റാഫായ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ പേര് മിന്നെന്നാണ്. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഹീറോയിനെ കണ്ട മാത്രത്തിൽ തന്നെ തീരെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനെ കാണുമ്പോഴേ ആ പെൺകുട്ടിക്ക് ദേഷ്യമായിരുന്നു. ഇവിടെ ഞാൻ പറയുന്ന ജോലികൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളുടെ ലഗേജ് പിടിക്കുന്ന ജോലി വരെ ഹീറോയിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹീറോയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമാവുന്നുണ്ട്. പക്ഷേ ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. അതേസമയം തന്നെ അവിടെയുള്ള സ്റ്റാഫുകളാവട്ടെ ഈ പെൺകുട്ടി ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്താണ് ഇവിടെ ജോലി കയറിയിരിക്കുന്നത്, ആരെയോ സെഡ്യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഗോസിപ്പ് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ആവട്ടെ ഹീറോയിനെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഹീറോ ആവട്ടെ അവളെ പിടിച്ച് കിസ് ചെയ്യുകയും റൊമാൻസ് ചെയ്യാനും ആരംഭിക്കുന്നുണ്ട്. പിന്നീട് അവൾ തിരിച്ചു വന്നപ്പോൾ തന്നെ മറ്റുള്ള സ്റ്റാഫുകൾ അവളെക്കുറിച്ച് വീണ്ടും ഗോസിപ്പുകൾ പറയുന്നു. ചിലപ്പോൾ അവൾ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് ഈ വരുന്ന മാനേജറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പെൺകുട്ടികൾ ഗോസിപ്പ് പറയുന്നുണ്ട്. ഇതാ മിൻ കേൾക്കുകയും ചെയ്യുന്നു. മിന്നാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഹീറോയിന്റെ അടുത്തെത്തി ഞാൻ പറഞ്ഞ ജോലികളൊക്കെ നീ മുഴുവൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഫയൽ അവളെ ഏൽപ്പിക്കുകയും അത് റിവ്യൂ ചെയ്ത് ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ വന്നേയല്ലേ ഉള്ളൂ, എന്നെ കൊണ്ട് ഇതങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട, റിവ്യൂ ചെയ്ത പുതിയ ഡിസൈനുകൾ വരച്ചുകൊണ്ട് വരണമെന്ന് തന്നെ ആ പെൺകുട്ടി ഹീറോയിനോട് ആവശ്യപ്പെടുന്നു. അതൊന്നും എനിക്കറിയണ്ട, ഞാൻ പറഞ്ഞ ജോലികൾ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെ അവിടെ നേരെ മാനേജറുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അവർ തമ്മിൽ തെറ്റായ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഗോസിപ്പ് കേട്ടപ്പോൾ മിന്നിന് ഹീറോയിനോട് ഇരട്ടി ദേഷ്യം തോന്നിയത്. രാത്രിയിൽ ഉറങ്ങാതെ തന്നെ ഹീറോയിനാവട്ടെ ആ ഫയൽ മുഴുവൻ റിവ്യൂ ചെയ്യുകയായിരുന്നു. നൈറ്റ് മുഴുവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നിനക്കെങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുക, വാ എന്ന് പറഞ്ഞ് ഹീറോ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു തന്നെ അന്ന് ഇരുവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോയിനാവട്ടെ ഫയലൊക്കെ റിവ്യൂ ചെയ്ത് തന്നെ നല്ല ഡിസൈൻസ് വരച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവൾക്ക് ഇത്ര നന്നായി ഡിസൈൻ ചെയ്യാൻ അറിയാമോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഡിസൈൻ ചെയ്ത പേപ്പേഴ്സും എടുത്തുകൊണ്ട് തന്നെ മിന്ന അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരുടെയും ഡിസൈൻസ് പ്രിഫർ ചെയ്തതിൽ നിന്ന് ഹീറോയിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് മാനേജർ പറയുന്നുണ്ട്. എന്നാൽ മിന്ന അവിടെ എഴുന്നേറ്റിട്ട് അത് തൻ്റെയാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എല്ലാം വാങ്ങിച്ചെടുക്കുന്നു. ഹീറോയിനെ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ചെയ്ത ഡിസൈനാണ്, അതെങ്ങനെ തട്ടിയെടുക്കാൻ നിനക്ക് സാധിക്കുമെന്ന്, നീ പുതുതായി വന്നേലേ, നിനക്ക് ഡിസൈനെ പറ്റിയൊക്കെ എന്തറിയാം, അല്ലെങ്കിൽ നീ ഇങ്ങനൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ, ഡിഗ്രി പോലും നീ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ പരിഹസിക്കുകയും തുടർന്ന് മാനേജർ എടുത്ത് അവളുടെ ഡിസൈൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. നീ വെറുതെ കള്ളമൊന്നും പറയണ്ട, ഇത് മിന്നിന്റെ ഡിസൈനാണ്, അവൾ ഇത്രയും വർഷം കൊണ്ട് ഇവിടെ ഉള്ളവളാണ്, നിന്നെ ആരും വിശ്വസിക്കില്ല എന്ന് തന്നെ മാനേജറും പറയുന്നു. അവിടെയുള്ളവരെല്ലാം മിന്നിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു, ആരും ഹീറോയിനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. തീർച്ചയായും ഞാനിത് പ്രൂവ് ചെയ്യും, ഇത് എൻ്റെ ഡിസൈനാണ്, അപ്പോൾ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കുമെന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും ചേർന്ന് ഹീറോയിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. അവൾക്ക് ഭയങ്കരമായി ദേഷ്യം തോന്നുകയും മാനേജറുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുത്ത് അയാളുടെ വൈഫിനെ വിളിച്ച് കണ്ടില്ലേ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പരിപാടി എന്തെന്ന് വെച്ചാൽ കമ്പനിയിൽ മറ്റൊരുത്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അവളുടെ ഈ പ്രവൃത്തിയിൽ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. പിന്നീട് എല്ലാവരും ചേർന്ന് ഹീറോയിനെ ബുള്ളി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെയായിരുന്നു ഹീറോ അവിടേക്ക് എത്തിയത്. എന്താണ് പ്രശ്നമെന്ന് ഹീറോ അന്വേഷിക്കുമ്പോൾ തന്നെ മാനേജർ അവിടെ മിന്നിന്റെ ഡിസൈൻ ഹീറോയിൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയും തുടർന്ന് ഹീറോ അവിടെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാനും പറയുന്നുണ്ട്. അതിൽ നിന്ന് ഹീറോയിന്റെ ഡിസൈനാണ് മിന്നെ തട്ടിയെടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു.
സത്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുകയും തുടർന്ന് ഹീറോ ആവട്ടെ അവരെ രണ്ടുപേരെയും പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഹീറോയിൻ വളരെ സന്തോഷത്തോടെ തന്നെ അവനോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ ഹീറോയിൻ ആവട്ടെ അവന്റെ ബോഡി നന്നായി ഹീറ്റ് ആക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നൽകുന്നുണ്ട്. അതൊക്കെ കഴിച്ചു തുടങ്ങി തന്നെ ഹീറോയുടെ ബോഡി വല്ലാതെ ഹീറ്റ് ആവുന്നുണ്ട്. എന്താ തനിക്ക് ഇത്രയും ചൂട് അനുഭവപ്പെടുന്നത്? കുഞ്ഞ് എത്രയും പെട്ടെന്ന് വേണമെന്ന് കരുതി നീ ഇതിനകത്ത് വല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കലർത്തിയിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതെ, കലർത്തിയിരുന്നു. നിനക്ക് നാണമില്ലേ എന്ന് തന്നെ ചെറു ചിരിയോടെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഞാനതിനെ നാണിക്കുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം സ്വീറ്റിക്ക് വേണ്ടിയിട്ടെന്ന് തന്നെ അവൾ പറയുന്നു. അങ്ങനെ തന്നെ ഹീറോ ആവട്ടെ സന്തോഷത്തോടെ ഹീറോയിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം മിമി ആവട്ടെ ഹീറോയുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഹീറോയിനെ ഇവിടെ വെച്ച് കാണുകയും ചെയ്യുന്നു. നീ എന്താടി ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്യുന്നെന്നോ? നീ മനഃപൂർവ്വം അല്ലേ പേയുടെ കമ്പനിയിലേക്ക് കയറി പറ്റിയത് തന്നെ അവന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ അടിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും നേരത്തെ നിനക്ക് അടി കിട്ടിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു തന്നെ ഹീറോയിൻ അവളെ ഇൻസൾട്ട് ചെയ്യുന്നു. പിന്നീട് മീമിയാവട്ടെ അവളോട് എതിർത്തൊന്നും പറയാനും പോയില്ല. ഹീറോയിൻ അവിടെ നിന്ന് നേരെ റെസ്റ്റ് റൂമിലേക്കാണ് പോയത്. ഹീറോ ആവട്ടെ മിനിനെ റൂം സർവീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൂപ്പും തുടപ്പും അങ്ങനെയുള്ള ജോലികൾ. ഹീറോയിൻ റെസ്റ്റ് റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ അവളാവട്ടെ പുറത്തു നിന്ന് ആ മുറി ലോക്ക് ചെയ്യും. മുകളിൽ നിന്ന് ഫോഴ്സിൽ അവളുടെ തലവഴി വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വാതിൽ തുറന്നിട്ട് നിനക്കെന്താടി വലിയവളാണെന്നുള്ള ഭാവമുണ്ടോ? നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക തന്നെയാണ് എന്റെ ലക്ഷ്യം. മീമിയാണ് എന്നെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. നിന്നെ ആരും ഇവിടെ പരിഗണിക്കില്ല. തുടർന്ന് ഹീറോയിൻ എവിടെ നിന്നാലും സ്റ്റാഫുകളെല്ലാം അവളെ പരിഹസിക്കുകയും അവളെക്കുറിച്ച് മോശമായി എഴുതി വെക്കുകയും ചെയ്യുന്നു. അവൾ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയാവട്ടെ ഇതെന്റെ കോട്ടാണ്, നീ ഇത് ധരിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളെ സഹായിക്കുകയാണെന്ന് വിചാരിച്ച് ഹീറോയിൻ അത് വാങ്ങി ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കോട്ടിന്റെ പിൻവശത്താവട്ടെ മോശമായ രീതിയിൽ എന്തോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഹീറോയിന് കാര്യം മനസ്സിലായത്. കോട്ടൂരി പിന്നെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ ഹീറോയിൻ വലിച്ചെറിയുന്നുണ്ട്. എന്നാലും ഹീറോയിനെ ഇൻസൾട്ട് ചെയ്ത് തന്നെയാണ് എല്ലാവരും സംസാരിച്ചത്. മീമിയും അതുപോലെ തന്നെ മിന്നും അങ്ങനെ ഹീറോയിനെ ബുള്ളി ചെയ്യുന്ന എല്ലാവരും അവിടെ എത്തുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ സ്വീറ്റ് ഇതിനോടകം തന്നെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഡോക്ടർ വന്ന് അവളെ ചെക്ക് ചെയ്തതും. ഒരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ മോളുടെ കൂടെ അവിടെ സുരക്ഷിതമായി ഇരിക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഹീറോ കുറച്ച് മാറി നിന്നത്. എന്നാൽ അതേസമയം തന്നെ അവിടേക്കൊന്ന് ചുറ്റി കാണാൻ വേണ്ടി തന്നെ സ്വീറ്റ് ഇറങ്ങുകയും തുടർന്ന് ഹീറോയിനെ കണ്ടിട്ട് തന്നെ കൊച്ചുകുട്ടിയാവട്ടെ അവളുടെ അമ്മയുടെ അടുത്ത് ഓടിയെത്തുകയും ചെയ്യുന്നു. ഇത് നിന്റെ മകളാണോ? നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ ആവട്ടെ കുഞ്ഞിനെ കുറിച്ച് പോലും മോശമായി സംസാരിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരെല്ലാം ഹീറോയിനെ വളരെയധികം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ കൊച്ചുകുട്ടിയാവട്ടെ തൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. വായടക്കെന്ന് പറഞ്ഞ് തന്നെ കൊച്ചു കുട്ടിയാണെന്ന് പോലും നോക്കാതെ സ്വീറ്റിയെക്കുറിച്ചും അവർ മോശമായി സംസാരിക്കുന്നു. തൻ്റെ മകളെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ ഇനി തൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഹീറോയിൻ താക്കീത് ചെയ്യുന്നുണ്ടെങ്കിലും ഹീറോയിൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു തന്നെ അവരെല്ലാവരും അവളെ ഇൻസൾട്ട് ചെയ്ത് വീണ്ടും സംസാരിക്കുന്നു. അതേസമയം തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ആരാണ് എൻ്റെ പെണ്ണിനെ പറ്റി മകളെയും പറ്റി മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഹീറോ അവിടേക്ക് വന്നത്. ഇത് നിങ്ങളുടെ മകളാണോ എന്ന് കൂട്ടത്തിലെ ഒരു സ്റ്റാഫ് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതേ എൻ്റെ മകളാണ്, കണ്ടിട്ട് തോന്നുന്നില്ലേ? മാത്രമല്ല ഇവളെൻ്റെ വൈഫാണെന്ന് പറഞ്ഞു തന്നെ അവളുടെ കൈവിരലിൽ കിടക്കുന്ന മോതിരവും ഹീറോ ഉയർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫിന് അവിടെ തൻ്റെ ജോലി പോകുമോ എന്നോർത്തിട്ട് ഭയമാവുന്നുണ്ട്. എല്ലാവർക്കും ഇതൊരു ഷോക്ക് തന്നെയായിരുന്നു. മീമി ആവട്ടെ ഏത് വിധേനയും ഹീറോയിനെ അവനിൽ നിന്ന് അകറ്റണമെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോ ആവട്ടെ അവരെ കൂട്ടിക്കൊണ്ട് ഒരു പാർക്കിലേക്കാണ് പോയത്. ഹീറോയിന്റെ മുഖം അപ്പോഴും വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് തന്നെ നിനക്ക് എന്ത് പറ്റി? നിന്നെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ നിനക്ക് അവരോട് തിരിച്ചു പറയാം, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്താൽ എനിക്ക് തിരിച്ച് നല്ലപോലെ പ്രതികരിക്കാൻ അറിയാം, പക്ഷെ എന്തായാലും എനിക്ക് എന്തോ ഒരു വിഷമം പോലെ എന്ന് അവൾ പറയുന്ന കേട്ടപ്പോൾ അവളുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇനി മോളി മാറിക്കോ, അമ്മ എന്നെ ആട്ടിക്കോളൂ എന്ന് പറഞ്ഞ് ഹീറോ ഊഞ്ഞാലിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. അവന്റെ പ്രവൃത്തിയിൽ ഹീറോയിൻ ഹാപ്പി ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളെ ചിരിക്കാനും തുടങ്ങുന്നു. പിന്നീട് അവർ ഇരുവരും ചേർന്ന് ഒരു വൈദ്യരെ കാണാൻ പോകുന്നുണ്ട്. ഈ മെഡിസിൻ കഴിച്ചാൽ മതി, തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്നും ആ വൈദ്യര് പറയുന്നുണ്ട്. ഇരുവരും പെട്ടെന്ന് തന്നെ മെഡിസിനൊക്കെ കുടിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ വീണ്ടും മെഡിസിൻ എടുത്ത് കുടിക്കുന്നുണ്ട്. ഈ മന്തെങ്കിലും പ്രഗ്നന്റ് ആയി മതിയാവൂ, തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് തന്നെ അവള് ഹീറോ എടുത്ത് പറയുമ്പോൾ നീ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, മറ്റൊരാളും കൂടി നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളുടെ വായിലെ മെഡിസിന്റെ കയ്പ് മാറാനായി കാൻഡി വെച്ചു കൊടുക്കുകയും അതിനുശേഷം ഇരുവരും ഒന്നായിരിക്കുകയും ചെയ്യുന്നുണ്ട്. താനിനി എപ്പോൾ പ്രഗ്നന്റ് ആവുമെന്ന് ആലോചിച്ച് തന്നെ ഹീറോയിൻ വളരെ ടെൻഷനിൽ തന്നെയാണ് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ അമ്മയാവട്ടെ ഹീറോയുടെ വീട്ടിലേക്ക് വരികയും അവരുടെ ബോഡി ഗാർഡ്സിനെ ഉപയോഗിച്ച് അവളുടെ സാധനങ്ങളൊക്കെ വലിച്ച് നിലത്തേക്ക് എറിയുകയും ചെയ്യുന്നു. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് വെച്ച് വെറുതെ വിട്ടപ്പോൾ നീ അതിന് സമ്മതിക്കില്ലേ, നീ ചെയ്ത തെറ്റുകളൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ തന്നെ ഹീറോ അവിടേക്ക് കയറി വരുന്നുണ്ട്. അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. അമ്മയ്ക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? അവൾ എൻ്റെ വൈഫാണെന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ അമ്മയാണ്, അതെനിക്ക് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ചെയ്ത ഓരോ തെറ്റുകളും എണ്ണി എണ്ണി ഞാൻ കണ്ടുപിടിച്ചതാണ്. എന്നെ എൻ്റെ വൈഫിനെ ഇനി ഒരിക്കലും പിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പിന്നെ മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് സൈലന്റ് ആയി പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് എന്നെ ഹീറോയിനെ സമാധാനിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നിലത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുകയും അവളുടെ കയ്യിലുള്ള കുറച്ച് പണം ആ പെൺകുട്ടിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ജയിലിലായിരുന്ന സമയത്ത് ആ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹീറോയിൻ ആ പെൺകുട്ടിയെ പരിചയം. അതുകൊണ്ടാണ് അവൾക്ക് പണം നൽകിയതും. കുറച്ചു നേരം ഹീറോയിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ പെൺകുട്ടിക്കും അവളെ തിരിച്ചറിയുന്നുണ്ട്. നിനക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കമ്പനിയിൽ ജോലി ലഭിച്ചത്? ഞാനാണെങ്കിൽ
ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. അവൾ ഓവറായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നീ നിന്റെ കാര്യം നോക്കെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് നൈറ്റ് താൻ ജയിലിലായിരുന്ന കാര്യങ്ങളൊക്കെ ഹീറോ എടുത്ത് പറയണമെന്ന് പോലും അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ഇതേസമയം അവളുടെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്. ജയിലിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയായിരുന്നു മെസ്സേജ് അയച്ചത്. നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ആയിരുന്നു ഇത്. തുടർന്ന് ഹീറോ അസിസ്റ്റന്റിനെയും അതുപോലെ അവന്റെ ബോഡി ഗാർഡ്സിനെയും കൂട്ടി തന്നെ അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയും ആളുകളെയും കണ്ടതും ആ പെൺകുട്ടി വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. നടന്ന സത്യങ്ങളൊക്കെ തന്നോട് പറയാനായി തന്നെ ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഭയന്ന പെൺകുട്ടി അവിടെ സത്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുന്നുണ്ട്. ജയിലിലെ ഹീറോയിൻ തന്നോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിന് ഒരു അപകടം പറ്റിയപ്പോൾ അവനെ ചികിത്സിക്കാനായി $2 മില്യൺ വേണമായിരുന്നു. അതിന് അവളാവട്ടെ അവന്റെ അമ്മയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയും അവരെ പണം നൽകി. പക്ഷേ $2 മില്യൺ അവൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു തന്നെ ആസ്ട്രേ കേസ് കൊടുക്കുകയായിരുന്നു. തുടർന്ന് ഹീറോയിൻ ജയിലിലാവുകയായിരുന്നു എന്ന് അവൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോ ആവട്ടെ ഇനിയൊരിക്കലും ഇവൾ പുറലോകം കാണരുതെന്നും ഇവളെ ജയിലിലേക്ക് തന്നെ അയക്കാനും പറയുന്നുണ്ട്. ഇവിടെ നിന്നവൻ നേരെ പോയത് അവൻ്റെ അമ്മയെ കാണാനാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്ത് കൂട്ടിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആകെയുള്ളൊരു മകനാണ് നീ, നിന്റെ ലൈഫ് നന്നായി പോകാനാണെന്ന് പറയുമ്പോൾ തന്നെ അമ്മയുടെ ലൈഫ് വളരെ നല്ലതായിരുന്നു. അച്ഛൻ ഒരിക്കലെങ്കിലും അമ്മയുടെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? സിംഗിൾ മദറായിട്ട് തന്നെയല്ലേ അമ്മ ഇത്രയും നാളും ജീവിച്ചത്. ബിസിനസ്സിൽ അമ്മ ചെയ്ത തെറ്റുകളൊന്നും എനിക്കറിയില്ല എന്ന് കരുതരുത്. അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ തന്നെ പോലീസ് അവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉപ്പ് തിന്നവൻ എപ്പോഴായാലും വെള്ളം കുടിക്കും. അതുപോലെ തന്നെയായിരുന്നു ഹീറോയുടെ അമ്മയുടെ അവസ്ഥയും. ഇത്രയും നാളും അവൾ തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞു തന്നെ അവളെ ഞാൻ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ തൻ്റെ അമ്മയാണ് തെറ്റുകാരി എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രത്തോളം താൻ അവളെ വിഷമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവളെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തിൽ തന്നെ ഹീറോ ധൃതിയിൽ കാർ ഓടിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു മിമി ഹീറോയെ വിളിച്ചിട്ട് ഹീറോയിൻ തൻ്റെ കസ്റ്റഡിയിലാണെന്നും അവിടേക്ക് അവൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവളെ കൊന്നുകളയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഹീറോ അവിടെ ചെന്നപ്പോൾ ഹീറോയിനെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവളെ രക്ഷിക്കാനായി പോകുമ്പോൾ തന്നെ ഇവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ അതിനൊന്നും സാധിക്കില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും ഇവിടെ തന്നെ മരിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെയുള്ള സാധനങ്ങൾക്കെല്ലാം തീയിടുന്നുണ്ട്. തീ പടരുന്ന കണ്ട് ഭയന്ന ഹീറോയിനാവട്ടെ അവനോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും താൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, മകളെ നിങ്ങൾ തന്നെ ഇനി മുതൽ സംരക്ഷിക്കണമെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. നിന്നെ വിട്ട് എവിടേക്കും പോകില്ല എന്നും നിന്നെ കൊണ്ട് എവിടെ നിന്ന് പോകുന്നു എന്ന് ഹീറോ ഉറപ്പിച്ചു പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയിനെ രക്ഷിച്ച് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡോക്ടർ വന്നിട്ട് അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. മറ്റൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം കൂടി അറിയിക്കുന്നുണ്ട്. ഹീറോയിനും ഒരുപോലെ സന്തോഷിക്കുന്നുണ്ട്. അവരുടെ മകളെ ഇനി രക്ഷിക്കാമല്ലോ എന്ന് ഓർത്ത് തന്നെ ഹീറോയിൻ സന്തോഷത്തോടെ അവന്റെ ദേഹത്തേക്ക് ചായുന്നു. മീമിയും ഇപ്പൊ ഹീറോയുടെ അമ്മയോടൊപ്പം ജയിലിൽ തന്നെയായിരുന്നു. രണ്ടുപേരും ഒരു ബന്നിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നവരെയുണ്ട്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം വളരെയധികം സക്സസ് ആയിട്ടുള്ള ബിസിനസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിനെയും അവരിരുവരുടെയും മക്കളെയും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാരെന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അക്ഷര, ഷഫ, ശിവദ, ഇസ, അൻഷ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.